Good afternoon. I'm Akshaya. I had an All India rank of 2627 in the year 2020, and now I'm doing third year MBBS in AIMS Nagpur. Today we'll be starting with the chapter Microbes and Human Welfare. Class 12 chapter 8 Microbes and Human Welfare. ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് MCQ പോയിന്റ് ഓഫ് വ്യൂവിൽ ഈ ചാപ്റ്റർ കമ്പാരിറ്റീവ്ലി ഈസിയർ ആണ്, കോംപ്ലക്സിറ്റീസ് തീരെ ഇല്ലാത്തൊരു ചാപ്റ്റർ ആണ്. ആൻഡ് ക്വസ്റ്റ്യൻ വരുന്ന രീതി എന്ന് പറഞ്ഞാൽ നമുക്ക് വ്യക്തമായി അറിഞ്ഞിരിക്കണം ഏതൊക്കെ മൈക്രോബ്സ് ആണ്, അതായത് MCQയിൽ ചോദിക്കുമ്പോൾ ഏതൊക്കെ മൈക്രോബ്സ് ആണ് ഹൗസ് ഹോൾഡ് പ്രോഡക്ട്സിൽ ബേസ്ഡ് ആയിട്ട് ചോദിക്കുന്നത്, അപ്പൊ അതിൽ ഏതൊക്കെയാണ് ഇൻവോൾവ്. അല്ലെങ്കിൽ ഇൻഡസ്ട്രി ചോദിക്കുകയാണെങ്കിൽ ഇൻഡസ്ട്രിയൽ ഇതിൽ ഏതൊക്കെ മൈക്രോബ്സ് ആണ്, ഇനി സീവേജ് ട്രീറ്റ്മെന്റിൽ ഏതൊക്കെ മൈക്രോബ്സ് ആണ്, ആൻഡ് പ്രൊഡക്ഷൻ ഓഫ് ബയോഗ്യാസിൽ ഏതൊക്കെ മൈക്രോബ്സ് ആണ്, അങ്ങനെ വേർതിരിച്ച് നമുക്ക് അറിയാൻ പറ്റണം. ആൻഡ് അഗൈൻ ബയോ കൺട്രോൾ ഏജൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്ന മൈക്രോബ്സ്, ആൻഡ് ഫൈനലി ബയോ ഫെർട്ടിലൈസേഴ്സ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന മൈക്രോബ്സ് ഏതൊക്കെയാന്ന് അറിഞ്ഞിരിക്കണം. അപ്പോ ജസ്റ്റ് 2 പാർട്സിൽ ഈ ചാപ്റ്റർ ഫിനിഷ്ഡ് ആവും ആൻഡ് നമ്മൾ NCERT ബേസിൽ വായിച്ചു പോകും. അപ്പോ നമുക്കറിയാം എന്ത് മൈക്രോബ്സ് ബാക്കിയുള്ള പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് പോലെ തന്നെ മേജർ കോമ്പണന്റ് ആണ് ഏതില് ബയോളജിക്കൽ സിസ്റ്റംസിൽ ഓൺ ദിസ് എർത്ത്. ആൻഡ് നമുക്കറിയാം ലിവിങ് വേൾഡിലൊക്കെ ഡൈവേഴ്സിറ്റീസ് ഒരുപാട് പഠിച്ചിരുന്നു. ആൻഡ് സെക്കൻഡ് ചാപ്റ്റർ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനിൽ മൈക്രോ ഓർഗാനിസംസ് വരുന്ന കിങ്ഡം ഏതൊക്കെയാണ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിരുന്നു. നമുക്ക് ഒരു കാര്യം കൂടെ അറിയാം, എന്ത് മൈക്രോബ്സ് ഒംനി പ്രസന്റ് ആണ്, അതായത് എല്ലായിടത്തും ഉണ്ട്. എവിടെ സോയിൽ എടുത്താലും വാട്ടർ എടുത്താലും എയർ എടുത്താലും നമ്മുടെ ബോഡിയുടെ ഉള്ളിലായാലും ഇനി ബാക്കിയുള്ള ഓർഗാനിസംസ് ആയ ആനിമൽസോ പ്ലാന്റ്സിനോ എടുത്താൽ അവരുടെ ബോഡിയുടെ ഉള്ളിലും ഏതുണ്ട്, ഈ മൈക്രോ ഓർഗാനിസംസ് ഉണ്ട്. ആൻഡ് അവര് വേറെ ഏതൊരു ലൈഫ് ഫോം എക്സിസ്റ്റ് ചെയ്യാൻ പറ്റാത്ത സ്ഥലത്ത് കൂടി, അതായത് ഡീപ്പ് ഇൻസൈഡ് ദ ഗീസേഴ്സ്, അതായത് തേർമൽ വെന്റ്സ്, അത്രയും ഹോട്ട് ആയിട്ട് ടെമ്പറേച്ചർ ആസ് ഹൈ ആസ് 100 ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള സ്ഥലത്ത് ഏതുണ്ട്, നമ്മുടെ മൈക്രോ ഓർഗാനിസംസ് ഉണ്ട്. അത്രയും ഹൈ ടെമ്പറേച്ചർ ആയാലും ഡെപ്തിൽ അറ്റ് ഹൈ ഡെപ്സ് ഇൻസൈഡ് ദ സോയിൽ ആയാലും ഇനിയിപ്പോ സ്നോയിലായാലും ആസിഡിക് എൻവയൺമെന്റ്സിലായാലും നമുക്ക് ആരെ കാണാൻ പറ്റും, മൈക്രോ ഓർഗാനിസംസിനെ കാണാൻ പറ്റും. ആൻഡ് അതേപോലെ തന്നെ നമുക്കറിയാം മൈക്രോബ്സ് എന്ന് പറയുന്ന ഒരു സ്പെസിഫിക് അല്ലെങ്കിൽ ഒരു കിങ്ഡത്തിൽ മാത്രം വരുന്ന ഓർഗാനിസംസ് അല്ല, അവര് പല പല കിങ്ഡംസിലായിട്ട് നമുക്ക് ഓൾറെഡി ഉണ്ടെന്ന് നമ്മൾ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനിൽ പഠിച്ചു. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ അറിയാം, പ്രോട്ടോസോവൻസിൽ ഉണ്ട് മൈക്രോ ഓർഗാനിസംസ്, ബാക്ടീരിയയിൽ നമുക്ക് മൈക്രോ ഓർഗാനിസംസിനെ കാണാൻ പറ്റും, ഫംഗയിലും മൈക്രോ ഓർഗാനിസംസ് ഉണ്ട്. ആൻഡ് ഈവൻ നമുക്കറിയാം ദർ ആർ മൈക്രോസ്കോപ്പിക് ആനിമൽസ് ആൻഡ് പ്ലാന്റ് വൈറസസ്, ഇത്രയും കാര്യം നമുക്കറിയാം. ആൻഡ് വൈറോയിഡ്സ്, പ്രയോൺസ്, അങ്ങനത്തെ എല്ലാ സാധനത്തിലും ഏത് മൈക്രോബ്സ് എന്ന് പറയുന്ന ദ ഹോൾ ക്ലാസിഫിക്കേഷൻ നമുക്ക് ഒന്നിലേക്കായിട്ട് പറയാൻ പറ്റില്ല, എല്ലായിടത്തും കാണാൻ പറ്റും. അപ്പൊ മൈക്രോബ്സ് ഇങ്ങനെ ഒരു MCQ ചോദിക്കാണ്, മൈക്രോബ്സ് ഏതൊക്കെ പ്രോട്ടോസോവൻസിൽ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ബാക്ടീരിയ കിങ്ഡം മൊണീറയിൽ മാത്രമാണ് മൈക്രോബ്സ് ഉള്ളതെന്ന് വെച്ചാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, അത് തെറ്റാണ്. മൈക്രോബ്സ് എല്ലാ കിങ്ഡത്തിലായിട്ടും സ്പ്രെഡ് ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ആൻഡ് എല്ലാ കിങ്ഡംസിലും നമുക്ക് മൈക്രോ ഓർഗാനിസംസ് ആയിട്ട് പലവരെ കാണാൻ പറ്റും. ഇനി നമുക്ക് ഇതേ മൈക്രോ ഓർഗാനിസംസ് ഫോർ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ചില ബാക്ടീരിയനെ അല്ലെങ്കിൽ ചില ഫംഗൈനെ നമുക്ക് എപ്പോ കാണാൻ പറ്റും, ന്യൂട്രിറ്റീവ് മീഡിയയില് അവർക്ക് കോളനി ഫോം ചെയ്യാൻ അനുവദിക്കപ്പെട്ടാൽ, അതായത് നമ്മളതിനെ ഗ്രോ ചെയ്യാൻ അലൗ ചെയ്യാണ്. അപ്പോൾ ഗ്രോ ചെയ്യുമ്പോൾ അവർ കോളനി ഫോം ചെയ്ത് നമുക്ക് എന്തെങ്ങനെ കൾച്ചർ മീഡിയത്തിൽ ഗ്രോ ചെയ്താൽ നമുക്ക് കൾച്ചേർഡ് ആയിട്ട് നമുക്ക് നേക്കഡ് ഐസ് വെച്ച് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും ചില മൈക്രോബ്സിനെ. ആൻഡ് ഈ കൾച്ചേഴ്സ് എന്തിനും കൂടി നമ്മൾ യൂസ് ചെയ്യുന്നു, ഈ മൈക്രോ ഓർഗാനിസംസിന് മേലെ സ്റ്റഡീസ് നടത്തി അവരുടെ ക്യാരക്ടറിസ്റ്റിക്സും അല്ലെങ്കിൽ അവരുടെ കോളനി എങ്ങനെയാണ് ഫോം ചെയ്യുന്നത് അല്ലെങ്കിൽ അവരെങ്ങനെ ഐഡന്റിഫൈ ചെയ്യാം എന്നുള്ളതിന് ഹെൽപ്പ് ചെയ്യുന്ന ആണ് എന്ത്, നമ്മുടെ ഈ കൾച്ചർ മീഡിയ ആൻഡ് അവരുടെ കൾച്ചർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചാൽ ഈ ഡയഗ്രാംസിൽ ആദ്യത്തെ കാര്യം ബാക്ടീരിയന്റെ ഡയഗ്രാംസിൽ ഈ ഡയഗ്രാം തന്നെ നിങ്ങളോട് ചോദിക്കുകയാണ്, ഐഡന്റിഫൈ എന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് പറയണം, അത് റോഡ് ഷേപ്ഡ് ആണ്. ആൻഡ് ഈ രണ്ടാമത്തെ തന്നെ നിങ്ങൾ എന്ത് പറയും, സ്ഫെറിക്കൽ ആണ്. ആൻഡ് ഫൈനലി ഈ ഡയഗ്രാം തന്നാൽ നിങ്ങൾക്ക് എന്ത് പറയാൻ പറ്റും, ഐഡന്റിഫൈ എന്ന് വെച്ചാൽ ഈ റോഡ് ഷേപ്ഡ് ബാക്ടീരിയം ഷോയിങ് ഫ്ലജല്ല. ഇത്രയും കാര്യങ്ങൾ ഐഡന്റിഫൈ ചെയ്യാൻ പഠിച്ചിരിക്കുക. NCERT കൊടുത്ത ഓരോ സെന്റൻസും ഡയഗ്രാംസും ആൻഡ് അതിന്റെ താഴെയുള്ള എക്സ്പ്ലനേഷൻസും ഇമ്പോർട്ടന്റ് ആണ്. ഈ ചാപ്റ്റർ മോസ്റ്റ്ലി പുറത്തുനിന്ന് വരാനുള്ള സാധ്യത ഭയങ്കര കുറവാണ്, കാരണം
എന്താന്ന് വെച്ചാൽ ഓൾറെഡി ടെക്സ്റ്റിലുള്ള സെന്റൻസസോ ഡയഗ്രംസോ മാത്രമേ ചോദിക്കാറുള്ളൂ. അല്ലാണ്ട് ബാക്കിയുള്ള ഹ്യൂമൻ ജെനറ്റിക്സോ അല്ലെങ്കിൽ മോളിക്കുലർ ബേസിസോ ബാക്കിയുള്ള ചാപ്റ്റേഴ്സിനെ പോലെ അങ്ങനെ ഒരു പുറത്തുനിന്നുള്ളൊരു കാര്യങ്ങൾ കൂടുതൽ ചോദിക്കാറില്ല. ഇനി വൈറസസിന്റെ ബാക്ടീരിയോഫേജിൽ ഇമ്പോർട്ടൻ്റ് എന്താണെന്ന് വെച്ചാൽ അതിന്റെ ലേബിളിങ്സ്. ഹെഡ് എന്താണ്, കോളർ ഏതാണ്, ടെയിൽ, പ്ലേറ്റ്, പിൻസ്, പ്രോങ്സ്. ഈ പിൻസും പ്രോങ്സും പലതവണ ഇങ്ങനെ ഉൾട്ട ഓപ്പോസിറ്റ് കൊടുത്തിട്ട് ഓപ്ഷൻസിൽ വന്നാൽ ഐഡന്റിഫൈ ചെയ്യാൻ അറിഞ്ഞിരിക്കാം. ഇനി ഈ സെക്കൻഡ് സ്ട്രക്ചർ ഒന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയാൽ നിങ്ങൾ എന്ത് എഴുതണം? അത് അഡിനോ വൈറസ് ആണ്. ആൻഡ് ഈ അഡിനോ വൈറസ് എന്തിന്റെ പോസിറ്റീവ് ഏജന്റ് ആണ്? കോസസ് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ്. ആൻഡ് തേർഡ് പിക്ചർ എന്താണ് ഐഡന്റിഫൈ ചെയ്യാൻ പറഞ്ഞാൽ ചോദിച്ചാൽ എന്ത് പറയണം? റോഡ് ഷേപ്ഡ് ടൊബാക്കോ മൊസൈക് വൈറസ്. അപ്പോ ആൻഡ് അവർക്ക് എന്തിനു കമ്പാക്ട് റോഡ് ഷേപ്ഡ് വൈറസസ് ആണ് അവർ. ഇത്രയും കാര്യങ്ങൾ ഐഡന്റിഫൈ ചെയ്യാൻ അറിഞ്ഞിരിക്കാം. ഇനി നമ്മൾ ഓൾറെഡി പറഞ്ഞു കൾച്ചർ മീഡിയത്തിൽ നമ്മൾ ബാക്ടീരിയനെ വിസിബിൾ വിത്ത് നേക്കഡ് ഐ ആവാൻ വേണ്ടി നമ്മൾ ഗ്രോ ചെയ്യും. ആൻഡ് ഈ ഗ്രോത്ത് നമുക്ക് എങ്ങനെയാണ് നേക്കഡ് ഐ വെച്ച് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുക? ഇത് എയില് തന്നിരിക്കുന്നത് എന്താണ്? കോളനീസ് ഓഫ് ബാക്ടീരിയ ഗ്രോയിങ് ഇൻ എ പെട്രി ഡിഷ്. ആൻഡ് സെക്കൻഡ് ഓപ്ഷൻ എന്താണ്? ഫംഗൽ കോളനിയാണ് ഇവിടെ തന്നിരിക്കുന്നത്. അങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ ചോദിച്ചാൽ നിങ്ങൾക്ക് തെറ്റാണ്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. ഇനി ഇതേപോലെ തന്നെ നമുക്കറിയാം മൈക്രോബ്സ് വെറും ഡിസഡ്വാൻറ്റേജസ് ആയിട്ടുള്ള മാത്രം കാര്യങ്ങളല്ല കോസ് ചെയ്യുന്നത്. അത് ഡിസീസസ് കോസ് ചെയ്യും. അതേപോലെ തന്നെ കുറെ അഡ്വാൻറ്റേജസും മൈക്രോബ്സിനെ കൊണ്ടുണ്ട്. അപ്പൊ നമുക്ക് മൈക്രോബ്സ് ഫ്രണ്ടാണോ എനിമിയാണോ എന്ന് അങ്ങനെ ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? അതിന് അതിൻ്റെതായ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. ഡിസീസസിനെ കോസ് ചെയ്യുന്നത് പോലെ അതിന് ഒരുപാട് അഡ്വാൻറ്റേജസ് ആയിട്ടുണ്ടാകും. കാരണം നമ്മുടെ ഹ്യൂമൻ ബോഡിയിലൊക്കെ പല ഫങ്ഷൻസ് അത് ഉണ്ടാക്കുന്നുണ്ട്. അതേപോലെ ഈ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് കാണുന്നതാണ് നമ്മുടെ ഫസ്റ്റ് ഹെഡിങ്, അതായത് മൈക്രോബ്സ് ഇൻ ഹൗസ് ഹോൾഡ് പ്രോഡക്ട്സ്. അതിലെന്താണ് പറയുന്നത്? ആദ്യം ഹൗസ് ഹോൾഡ് പ്രോഡക്ട്സിന് ആദ്യത്തെ യൂസ് എന്താന്ന് വെച്ചാൽ microbes in household products. അത് ജസ്റ്റ് ഒരു സമ്മറൈസ് ചെയ്യാനാണെങ്കിൽ ഫസ്റ്റ് കേർഡ് ഉണ്ടാക്കാൻ, അതായത് ഹൗസ് ഹോൾഡ് പ്രോഡക്ട്സിൽ വൺ ഓഫ് ദ മോസ്റ്റ് യൂസ്ഡ് മെറ്റീരിയൽ ആണ് കേർഡ്. അങ്ങനെ ഈ കേർഡിന്റെ കൾച്ചറിന് വേണ്ടി ഏത് ബാക്ടീരിയനെ നമ്മൾ യൂസ് ചെയ്യും? കേർഡിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ലാക്ടോ ബാസിലസ്. ആൻഡ് ഈ ലാക്ടോബാസിലസിന് വേറൊരു പേരും കൂടി ഉണ്ട്, ലാക്ടിക് ആസിഡ് ബാക്ടീരിയ എന്ന് കൂടി എന്നെ വിളിക്കും. LAB അല്ലെങ്കിൽ ലാക്ടിക് ആസിഡ് ബാക്ടീരിയ. ഏതുണ്ടാക്കാൻ? കേർഡ് ഉണ്ടാക്കാൻ. ബൈ ദ പ്രോസസ് ഓഫ് ലാക്ടിക് ആസിഡ്. LA എന്ന് വെച്ചാൽ ലാക്ടിക് ആസിഡ്. ലാക്ടിക് ആസിഡ് ഫെർമെന്റേഷൻ വഴി ലാക്ടിക് ആസിഡ് ബാക്ടീരിയ, അതായത് ലാക്ടോബാസിലസിന് നമ്മൾ കേർഡ് ഉണ്ടാക്കാൻ ഹൗസ് ഹോൾഡ് ഉപയോഗിക്കും. ആൻഡ് സെക്കൻഡ് യൂസ് എന്താന്ന് വെച്ചാൽ ഫസ്റ്റ് കേർഡ്, ദെൻ ചീസ്. ചീസിൽ അഗൈൻ 2 ടൈപ്പ് NCERT പറയുന്നുണ്ട്. ഏതൊക്കെ? ഒന്ന് സ്വിസ് ചീസ്. സ്വിസ് ചീസിന് ഉപയോഗിക്കുന്നത് ഏതാണ്? പ്രൊപ്യോണി ബാക്ടീരിയം. ആൻഡ് സെക്കൻഡ് റോക്ക്ഫോർട്ട് ചീസ്. റോക്ക്ഫോർട്ട് ചീസിന് നമ്മൾ ഉപയോഗിക്കുന്നത് പെനിസിലിയം റോക്ക്ഫോർട്ടൈ. അപ്പോ ചീസ് ഉണ്ടാക്കാൻ 2 ടൈപ്പ് നമ്മൾ പഠിച്ചു, സ്വിസ് ചീസും റോക്ക്ഫോർട്ട് ചീസും. ഇനി സ്വിസ് ചീസിനെയും റോക്ക്ഫോർട്ട് ചീസിനെയും വേറെ വേറെ ആയിട്ട് ഏത് ഓർഗനിസത്തിനാണ്, ഏത് മൈക്രോബിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ അതും ചോദിച്ചാൽ പറയാനുള്ള രീതിയിൽ പഠിച്ചു വെക്കാം. ആൻഡ് തേർഡ് വൺ ദോശ ഓർ ഇഡ്ലി. അതിന് വേണ്ട. ആൻഡ് അഗൈൻ വൺ മോർ തിങ്, ഈ സ്വിസ് ചീസിന് നമ്മളൊരു ബാക്ടീരിയനെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ റോക്ക്ഫോർട്ട് ചീസിന് നമ്മൾ എന്താണ് ഉപയോഗിക്കുന്നത്? ഫംഗൈ. ഈ പെനിസിലിൻ റോക്ക്ഫോർട്ട് എന്താണ്? ഒരു ഫംഗൈ ആണ്. അതേപോലെ കേർഡ് ഉണ്ടാക്കാൻ നമ്മൾ എന്തിനു ഉപയോഗിച്ചത്? ബാക്ടീരിയ. ഇനി അഗൈൻ ദോശ അല്ലെങ്കിൽ ഇഡ്ലി, അതിന് നമ്മൾ അഗൈൻ ഉപയോഗിക്കുന്നത് ഏതാണെന്ന് വെച്ചാൽ അതിന് നമ്മൾ ബാക്ടീരിയനെയാണ് ഉപയോഗിക്കുന്നത്, നെയിംലി ല്യൂക്കോനോസ്റ്റോക്ക് സ്ട്രെപ്റ്റോകോക്കസ്. ഈ 2 എണ്ണത്തിനെ നമ്മൾ ദോശ അല്ലെങ്കിൽ ഇഡ്ലി ഉണ്ടാക്കാൻ നമ്മൾ ഉപയോഗിക്കും. ഇനി
ഫോർത്ത് യൂസ് എന്താന്ന് വെച്ചാൽ യോഗേർട്ട് ഉണ്ടാക്കാൻ. യോഗേർട്ട് ഉണ്ടാക്കാൻ അഗൈൻ നമ്മൾ ഏതിനാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ ഏത് ഗ്രൂപ്പിനെയാണ്? ബാക്ടീരിയനെയാണ് ഉപയോഗിക്കുന്നത്. നെയിംലി ലാക്ടോബാസിലസ് സ്ട്രെപ്റ്റോകോക്കസ്. ഇനി നമ്മളിപ്പോ എന്തൊക്കെ കണ്ടു? ഓൾറെഡി നമ്മൾ കണ്ടു കേർഡ്, ചീസ്, ദോശ അല്ലെങ്കിൽ ഇഡ്ലി, യോഗേർട്ട് ആൻഡ് ഫിഫ്ത് വൺ ഏത്? ബ്രെഡ് ഉണ്ടാക്കാൻ. ബ്രെഡ് ഉണ്ടാക്കാൻ നമ്മൾ ഏതിനെയാണ് ഉപയോഗിക്കുന്നത്? നമുക്കറിയാം ബാക്ടീരിയ അല്ല, ഫംഗൈ. അതും ഒരു യൂണിസെല്ലുലാർ ഫംഗൈ. അതിന്റെ പേര് അറിയപ്പെടുന്നത് ബേക്കേഴ്സ് ഈസ്റ്റ്. അതിന്റെ നെയിം സാക്രോമൈസസ് cerevisiae. Saccharomyces cerevisiae, which is commonly known as baker's yeast, which is a unicellular ഇത് ഈ എഴുതുന്ന പോയിന്റ്സ് ഒക്കെ എക്സ്ട്രീംലി ഇമ്പോർട്ടന്റ് ആണ്. ഇതിൽ കൂടുതൽ മോസ്റ്റ്ലി ചോദിക്കാറില്ല, കാരണം ഇങ്ങനെ ബൈ ഹാർട്ട് ചെയ്യുന്ന വേറെ കോമൺലി നെയിം എന്താണ്, അല്ലെങ്കിൽ മാച്ച് ദ ഫോളോയിങ്, അല്ലെങ്കിൽ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇസ് എ റോങ് സ്റ്റേറ്റ്മെന്റ്, അങ്ങനെയൊക്കെയാണ് ഈ ചാപ്റ്ററിന് കൂടുതലും ചോദിക്കാറ്. അപ്പൊ ബേക്കേഴ്സ് ഈസ്റ്റ് ഇസ് എ യൂണിസെല്ലുലാർ ഫംഗൈ. ഇനി നെക്സ്റ്റ് യൂസ് എന്താണെന്ന് വെച്ചാല് ടോഡി, അതായത് കള്ള്, അല്ലെങ്കിൽ അതൊരു വിച്ച് ഇസ് എ ഡ്രിങ്ക്. അതിന് നമ്മൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? ബൈ ഫെർമെന്റേഷൻ ഓഫ് സാപ്പ് ഓഫ് പാംസ്. പാം എന്ന് പറയുന്ന മരത്തിന്റെ സാപ്പ് എടുത്ത് ഫെർമെന്റ് ചെയ്തിട്ടാണ് നമ്മൾ ടോഡി അല്ലെങ്കിൽ ഈസ്റ്റ് ഉണ്ടാക്കുന്നത്. വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഈസ്റ്റ്. ടോഡി അല്ലെങ്കിൽ ഈസ്റ്റ് അല്ല, ടോഡി എന്ന് പറഞ്ഞ ഡ്രിങ്ക് ഉണ്ടാക്കുന്നത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഈസ്റ്റ്. അപ്പോ ഇത്രയും കാര്യങ്ങൾ ഏതിൽ വന്നു? 6 things അണ്ടർ മൈക്രോബ്സ് ഇൻ ഹൗസ് ഹോൾഡ് പ്രോഡക്ട്സ്. യൂസ് ചെയ്യുന്നത് എന്തുണ്ടാക്കാനാണ്, പ്രോസസ് ഏതാണ്, വിച്ച് ഇസ് എ ബാക്ടീരിയ ആണോ ഫംഗൈ ആണോ എന്നുള്ളത്, ആൻഡ് അതിന്റെ എയിംസ്. ഇത്രയും കാര്യങ്ങൾ റെസ്പെക്റ്റീവ്ലി പഠിച്ചെടുക്കാം. ഇനി ടെക്സ്റ്റിൽ പറയുന്നുണ്ട് പ്രൊഡക്ഷൻ ഓഫ് കേർഡ് ഫ്രം മിൽക്ക്. കേർഡ് ഫ്രം മിൽക്കിന് ഉണ്ടാക്കാൻ ഏതൊക്കെയാണ് ഉപയോഗിക്കുന്നത്? ലാക്ടോബാസിലസ് ആൻഡ് അതർ കോമൺലി കോൾഡ് ലാക്ടിക് ആസിഡ് ബാക്ടീരിയ. അവരെന്ത് ചെയ്യും? അവർ മിൽക്കിൽ ഗ്രോ ചെയ്യും. ആൻഡ് ഗ്രോത്ത് നടന്ന് അവർ പതുക്കെ ലാക്ടിക് ആസിഡ് ഫെർമെന്റേഷൻ വഴി കൺവേർട്ട് മിൽക്ക് ഇൻ ടു കേർഡ്. ആൻഡ് ഇതെങ്ങനെയാന്ന് വെച്ചാൽ അവരുടെ ഗ്രോത്തിന് സമയത്ത് അവർ ചില ആസിഡ്സ് പ്രൊഡ്യൂസ് ചെയ്യും. ആൻഡ് ഈ ആസിഡ്സ് എന്ത് ചെയ്യും? നമ്മുടെ മിൽക്കിലെ പ്രോട്ടീൻസിനെ പാർഷ്യലി ഡൈജസ്റ്റും കൊയാഗുലേറ്റും ചെയ്ത്, അതായത് പ്രോസസ് എന്താണെന്ന് വെച്ചാൽ കൊയാഗുലേഷൻ ആൻഡ് പാർഷ്യൽ ഡൈജഷൻ വഴി മിൽക്ക് പ്രോട്ടീൻസിനെ അവർ ഉണ്ടാക്കുന്ന ആസിഡ്സ് കൺവേർട്ട് ചെയ്യും. എന്തിലേക്ക്? കേർഡിലേക്ക്. ആൻഡ് ഇൻ ടു ദിസ് എ സ്മോൾ എമൗണ്ട് ഓഫ് കേർഡ് ഇസ് ആഡഡ്. എന്തിന്? ഇനോക്യുലം അല്ലെങ്കിൽ സ്റ്റാർട്ടർ ആയിട്ട്. എന്തുകൊണ്ടാണ്? ഈ സ്മോൾ എമൗണ്ട് ഓഫ് കേർഡിൽ നമുക്കറിയാം ദേ ആർ റിച്ച് ഇൻ മില്യൺസ് ഓഫ് ലാക്ടിക് ആസിഡ് ബാക്ടീരിയ. അപ്പോൾ ജസ്റ്റ് ഒരു സ്റ്റാർട്ടർ അല്ലെങ്കിൽ ഇനോക്യുലമായിട്ട് നമ്മുടെ മിൽക്കിലേക്ക് ഇത്രയും ബാക്ടീരിയ കണ്ടെയ്നിങ് ആയിട്ടുള്ള കേർഡ് ആഡ് ചെയ്യുമ്പോൾ അവരുടേതായ സൂട്ടബിൾ ടെമ്പറേച്ചറിൽ മൾട്ടിപ്ലൈ ചെയ്ത് ഫൈനലി അവർ ചില ആസിഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആൻഡ് ഈ ആസിഡ്സ് എന്താക്കും? മിൽക്ക് പ്രോട്ടീൻസിനെ കൊയാഗുലേഷനും പാർഷ്യൽ ഡൈജഷനും സംഭവിച്ച് ലാസ്റ്റ് എന്തായാലും മിൽക്ക് നമ്മുടെ കേർഡായി കിട്ടും. ഇനി ഈ കൺവേർഷൻ ഓഫ് മിൽക്ക് ഇൻ ടു കേർഡിന് അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ചാൽ ഇറ്റ് ഇംപ്രൂവ്സ് ഇറ്റ്സ് ന്യൂട്രീഷണൽ ക്വാളിറ്റി. എങ്ങനെ? വൈറ്റമിൻ B12 റിച്ച് ആക്കിയിട്ട് നമ്മുടെ ന്യൂട്രീഷണൽ ക്വാളിറ്റിയും ഇംപ്രൂവ്ഡ് ആയി. ആൻഡ് നമ്മുടെ സ്റ്റൊമക്കിലും ഇതേപോലെ ലാക്ടിക് ആസിഡ് ബാക്ടീരിയ ബെനിഫിഷ്യൽ റോൾ ഉണ്ടാക്കുന്നുണ്ട്. എങ്ങനെ? ആ യൂസ് എന്താണെന്ന് വെച്ചാൽ പറയണം, they help in checking disease causing microorganisms. അതായത് ഈ ഓൾറെഡി നമുക്കറിയാം ഇംപ്രൂവ്ഡ് ന്യൂട്രീഷണൽ ക്വാളിറ്റി ഓൾറെഡി ഇംപ്രൂവ്ഡ് ആയി. ഇത് കൂടാതെ എന്തും കൂടി ഹെൽപ്പ് ചെയ്യുന്നു? നമ്മുടെ ഡിസീസ് കോസിങ് മൈക്രോബ്സിനെ ഓവറായിട്ട് ഗ്രോ ചെയ്യാൻ അനുവദിക്കാണ്ട് അവരൊരു ഡിസീസ് കോസിങ് മൈക്രോബ്സിന്റെ ഗ്രോത്തിനെ ചെക്ക് ചെയ്യാനുള്ളൊരു കഴിവ് കൂടി ആർക്കുണ്ട്? ലാക്ടിക് ആസിഡ് ബാസിലസ് ഇവർക്ക് ഉണ്ട്. ഇനി നെക്സ്റ്റ് ആണെങ്കിൽ നമ്മുടെ ഡോ വിച്ച് ഇസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് ഫുഡ്സ് ലൈക്ക് ദോശ ആൻഡ് ഇഡ്ലി. അതും എങ്ങനെയാണ്? നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതുപോലെ ഫെർമെന്റേഷൻ നടക്കുന്നുണ്ട്. ബൈ ബാക്ടീരിയ. അതുകൊണ്ടാണ് അവർക്ക് പഫ്ഡ് അപ്പ് അപ്പിയറൻസ് ഉണ്ടാവുന്നത്. എന്തുകൊണ്ടാണ്? ഡ്യൂ ടു ദി പ്രൊഡക്ഷൻ ഓഫ് CO2 ഗ്യാസ്. ഇനി അത് കഴിഞ്ഞ്
ടു മേക്ക് ബ്രെഡ് എങ്ങനെയാണ് ഫെർമെന്റേഷൻ നടക്കുന്നത്? യൂസിങ് ഏത് ഓർഗാനിസം എന്ന് വെച്ചാൽ പറയണം, ബേക്കേഴ്സ് ഈസ്റ്റ്. ബേക്കേഴ്സ് ഈസ്റ്റിന്റെ ആക്ച്വൽ നെയിം സാക്കറോമൈസസ് സെർവീസിയെ. ആൻഡ് ഇതേപോലെ തന്നെ ട്രഡീഷണൽ ഡ്രിങ്ക്സ് ആൻഡ് ഫുഡ്സ് അതും ഫെർമെന്റേഷൻ നടത്തുന്നുണ്ട്. അതിന്റെ താഴെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് ടോഡി. സതേൺ ഇന്ത്യയില് ഉപയോഗിക്കുന്ന ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഡ്രിങ്ക് ആണ് ടോഡി. അവരെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? ഫെർമെന്റിങ് സാപ്പ് ഫ്രം പാംസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഈസ്റ്റ്. ഇതേപോലെ തന്നെ മൈക്രോബ്സ് നമ്മൾ എന്തിനും കൂടി യൂസ് ചെയ്യും? ടു ഫെർമെന്റ് ഫിഷ്, സോയാബീൻ ആൻഡ് ബാംബൂ ഷൂട്ട്സ് ടു മേക്ക് സർട്ടൻ ഫുഡ്സ്. ഇനി ലാസ്റ്റ് എന്താണ് പറയുന്നത്? ചീസ് വിച്ച് ഇസ് വൺ ഓഫ് ദ ഓൾഡസ്റ്റ് ഫുഡ് ഐറ്റംസ്. അതിലും മൈക്രോബ്സും യൂസ് ചെയ്യുന്നുണ്ട്. ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ചീസിന്റെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. സ്വിസ് ചീസ് അതിൽ കുറെ എമൗണ്ട് ഓഫ് CO2 ഉണ്ടാക്കാൻ ഏത് ഹെൽപ്പ് ചെയ്യും? ബൈ ബാക്ടീരിയം നെയിംഡ് പ്രൊപ്യോണി ബാക്ടീരിയം ശർമാനി. ആൻഡ് നെക്സ്റ്റ് തിങ് റോക്ക്ഫോർട്ട് ചീസിന് ഏതാണ്? ബാക്ടീരിയ അല്ല, അതിന് സ്പെസിഫിക് ഫംഗൈ വെച്ചാണ് ഗ്രോ ചെയ്യുന്നത്, വിച്ച് ഗിവ്സ് ദം എ പെർട്ടിക്കുലർ ഫ്ലേവർ. ആൻഡ് ആ ഫംഗസ് ഏതാ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിരുന്നു, പെനിസിലിയം റോക്ക്ഫോർട്ടായി. അത് ഇനി നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറഞ്ഞാൽ മൈക്രോബ്സ് ഇൻ ഇൻഡസ്ട്രിയൽ പ്രോഡക്ട്സ്, അല്ലെങ്കിൽ ഇൻഡസ്ട്രീസിൽ എങ്ങനെയാണ് മൈക്രോബ്സിനെ യൂസ് ചെയ്യുന്നത്. മൈക്രോബ്സ് ഇൻ ഇൻഡസ്ട്രീസ്. ഫസ്റ്റ് തിങ്, ആദ്യം എന്തുണ്ടാക്കാൻ? ആൽക്കഹോൾ. ഇൻഡസ്ട്രിയൽ സ്കെയിൽ അല്ലെങ്കിൽ വെരി ലാർജ് സ്കെയില് ആൽക്കഹോൾ ഉണ്ടാക്കാൻ നമ്മൾ എന്തിനു യൂസ് ചെയ്യുന്നുണ്ട്? നെയിംലി ബ്രൂവേഴ്സ് ഈസ്റ്റ്. നമ്മൾ ഓൾറെഡി ബേക്കേഴ്സ് ഈസ്റ്റിനെ പഠിച്ചിരുന്നു. അതേപോലെ ആൽക്കഹോൾ വെരി ലാർജ് സ്കെയിൽ, അതായത് ഇൻഡസ്ട്രീസിന് ഭയങ്കര ലാർജ് സ്കെയിൽ ഉണ്ടാക്കാൻ നമ്മൾ എന്തിനു യൂസ് ചെയ്തു? ബ്രൂവേഴ്സ് ഈസ്റ്റ്. സാക്കറോമൈസസ് അതാണ് ബ്രൂവേഴ്സ് ഈസ്റ്റ്. ആൻഡ് ഈ പ്രോസസ്സിൽ എന്താണ് നടക്കുന്നത്? ആൽക്കഹോളിക് ഫെർമെന്റേഷൻ ആണ് നടക്കുന്ന പ്രോസസ് ബൈ നമുക്കറിയാം ഈസ്റ്റ്. ആൻഡ് ടൈപ്സ് ഓഫ് ആൽക്കഹോൾ ആണ് നെക്സ്റ്റ് ഇന്റൻഡഡ് ക്വസ്റ്റ്യൻ. ടൈപ്സ് ഓഫ് ആൽക്കഹോൾ ചോദിച്ചാൽ ടൈപ്സ് ഓഫ് ആൽക്കഹോൾ നമുക്കറിയാം രണ്ട് ടൈപ്സ് ഉണ്ട്. ഒന്ന് ഡിസ്റ്റിൽഡ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റിലേഷൻ എന്ന് പറഞ്ഞാൽ പ്യൂരിഫിക്കേഷൻ പ്രോസസ് വഴി ഉണ്ടാക്കുന്നത്. ആൻഡ് ദ അതർ നോൺ ഡിസ്റ്റിൽഡ് എങ്ങനെയാണ്? നമുക്ക് നാച്ചുറലി കിട്ടുന്നത്. ആൻഡ് ഇവരെങ്ങനെയായിരിക്കും? നാച്ചുറലി ഉണ്ടാക്കുന്നതായിരിക്കും. എക്സ്ട്രാ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഡിസ്റ്റിലേഷൻ പ്രോസസ് ഒന്നും അണ്ടർഗോ ചെയ്യാണ്ട്. ആൻഡ് ഇതിന്റെ മാക്സിമം ആൽക്കഹോൾ കണ്ടന്റ് എത്രയായിരിക്കും നാച്ചുറലി ഉണ്ടാക്കുന്നതിന്? 13%. ഇതേ കാര്യം നമ്മൾ വേറൊരു ചാപ്റ്ററിൽ പഠിച്ചിരുന്നു. എങ്ങനെ 13% ഫെർമെന്റേഷൻ ചെയ്ത് കഴിയുമ്പോൾ ഈസ്റ്റ് ഓൾറെഡി ഡെഡ് ആയി പോകും. അതായത് ഈ ആൽക്കഹോളിക് ഫെർമെന്റേഷൻ നടത്തുന്ന ഈസ്റ്റ് ഹയസ്റ്റ് കോൺസെൻട്രേഷൻ അച്ചീവ് ചെയ്ത് കഴിയുമ്പോൾ അവർ ഡെഡ് ആയി പോകും. അപ്പൊ മാക്സിമം ആൽക്കഹോളിക് കണ്ടന്റ് അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ എത്ര തന്നെയായിരിക്കും? 13%. ഇതിൽ നമുക്ക് രണ്ടെണ്ണമാണ് കാണാൻ പറ്റുന്നത്. ഒന്ന് വൈൻ എത്ര പെർസെന്റേജ് എന്ന് ചോദിച്ചാൽ ഈ പെർസെന്റേജ് മോസ്റ്റ്ലി മാത്സ് ഫോളോയിങ് ചോദിക്കാറുണ്ട്. വൈനിൽ 9 to 12%, ബിയറിൽ 3 to 6%. അപ്പോൾ നോൺ ഡിസ്റ്റിൽഡ് അവിടെ കഴിഞ്ഞു. ഇനി ഡിസ്റ്റിൽഡിന്റെ ജസ്റ്റ് എക്സാമ്പിൾസ് മാത്രം പഠിച്ചോക്കാം. എന്തൊക്കെ? വിസ്കി, ബ്രാൻഡി, റം, വോഡ്ക, സ്കോച്ച്. ഇതൊക്കെ ഏതിന്റെ താഴെ വരുന്നതാണ്? ഡിസ്റ്റിൽഡിന്റെ താഴെ. ആൻഡ് നോൺ ഡിസ്റ്റിൽഡ് താഴെ വൈൻ ആൻഡ് ബിയർ അതിന്റെ റെസ്പെക്റ്റീവ് കോൺസെൻട്രേഷനും. ഇനി സെക്കൻഡ്, നമ്മൾ ആൽക്കഹോൾ കഴിഞ്ഞു. ഇനി സെക്കൻഡ് യൂസ് എന്താന്ന് വെച്ചാൽ ആന്റിബയോട്ടിക്സ്. ലാർജ് സ്കെയിൽ ഉണ്ടാക്കാൻ നമുക്ക് ആരുടെ ഹെൽപ്പ് വേണം? മൈക്രോ ഓർഗാനിസംസിന്റെ അല്ലെങ്കിൽ മൈക്രോബ്സിന്റെ ഹെൽപ്പ് വേണം. ആൻഡ് അത് കണ്ടുപിടിച്ച സയന്റിസ്റ്റ് അലക്സാണ്ടർ ഫ്ലെമിംഗ്. ആൻഡ് ബാക്ടീരിയ ഏതാണ്? സ്റ്റെഫൈലോകോക്കസ്.
ഇനി NCERT വരാണെങ്കിൽ ഇൻഡസ്ട്രിയൽ പ്രോഡക്ട്സിൽ microbes are used to synthesize many number of products. അതിൽ നമ്മൾ ഏതിലാണ് ഈ ഇൻഡസ്ട്രിയൽ സ്കെയിൽ അല്ലെങ്കിൽ വെരി ലാർജ് സ്കെയിലിൽ നമുക്ക് എന്തിനെ കൾച്ചർ ചെയ്യണം? മൈക്രോബ്സിനെ കൾച്ചർ ചെയ്യണം. അതായത് ആൽക്കഹോൾ ആൻഡ് ആന്റിബയോട്ടിക്സ് പോലത്തെ സാധനങ്ങൾ ഉണ്ടാക്കാൻ ഇതിനെ കൾച്ചർ ചെയ്യുന്ന വെരി ലാർജ് വെസൽസിനെ നമ്മൾ എന്ത് വിളിച്ചു? ഫെർമെന്റേഴ്സ് എന്ന് വിളിച്ചു. ഇനി നമുക്ക് ഫസ്റ്റ് നോക്കുന്നത് ഈ ഫെർമെന്റേഴ്സിന്റെ ഡയഗ്രാം ഇമ്പോർട്ടന്റ് ആണ്. ഇതിനെ കാണിച്ച് ഐഡന്റിഫൈ ചെയ്യാൻ പറഞ്ഞാൽ ഫെർമെന്റേഴ്സ് ഇതാണെന്നും ആൻഡ് ഫെർമെന്റേഷൻ പ്ലാന്റ് ഇതാണെന്നും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. ഇനി ഫെർമെന്റഡ് ബീവറേജസ് അതിലെന്തൊക്കെ വന്നു? മൈക്രോബ്സ് എസ്പെഷ്യലി ഈസ്റ്റ് ഹാവ് ബിൻ യൂസ്ഡ് ഫ്രം ടൈം ഇമ്മെമ്മോറിയൽ. എന്തിന്? വൈൻ, ബിയർ, വിസ്കി, ബ്രാൻഡി ഓർ റാം. ഇനി ഇതിനു വേണ്ടി ഏതിനെയാണ് ഉപയോഗിക്കുന്നത്? ദ സെയിം ഈസ്റ്റ് സാക്രോമൈസസ് സെർവീസിയെ യൂസ്ഡ് ഫോർ ബ്രെഡ് മേക്കിംഗ്. അത് നമ്മൾ ഓൾറെഡി ബേക്കേഴ്സ് ഈസ്റ്റ് പഠിച്ചിരുന്നു. ഇതേ സാധനം തന്നെയാണ് നമ്മൾ ഏതിനും ഉപയോഗിക്കുന്നത്? ആൽക്കഹോളിക് ഫെർമെന്റേഷൻ. അതുകൊണ്ട് അവരെ എന്ത് വിളിച്ചു? ബ്രൂവേഴ്സ് ഈസ്റ്റ്, which is used for fermenting malted cereals and fruit juices to produce ethanol. ഇനി നമുക്ക് ഇതിന്റെ മെറ്റബോളിക് റിയാക്ഷൻസ് നമുക്ക് ഓൾറെഡി അറിയാം. ഏതാണ്? ആൽക്കഹോളിക് ഫെർമെന്റേഷൻ. ഇനി ഡിപ്പെൻഡിങ് ഓൺ ദ ടൈപ്പ് ഓഫ് റോ മെറ്റീരിയൽ യൂസ്ഡ് ഫോർ ഫെർമെന്റേഷൻ ആൻഡ് ടൈപ്പ് ഓഫ് പ്രോസസ്സിംഗ്. ടൈപ്പ് ഓഫ് പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റിലേഷൻ നടത്തുന്നുണ്ടോ ഇല്ലയോ, ആൻഡ് വിച്ച് ഇസ് ദ റോ മെറ്റീരിയൽ യൂസ്. അതിന് ബേസ്ഡ് ആയിട്ട് നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആൽക്കഹോളിക് ഡ്രിങ്ക്സ് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. അതേപോലെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തത് വിത്തൗട്ട് ഡിസ്റ്റിലേഷൻ നമ്മൾ കണ്ടത് ഏതൊക്കെയാ? വൈൻ ആൻഡ് ബിയർ ആൻഡ് അതിന്റെ റെസ്പെക്റ്റീവ് പെർസെന്റേജസ് അറിഞ്ഞിരിക്കുക. ആൻഡ് ആഫ്റ്റർ ഡിസ്റ്റിലേഷൻ ഫെർമെന്റഡ് ബ്രോത്ത് വഴി നമ്മൾ ഉണ്ടാക്കിയത് വിസ്കി, ബ്രാൻഡി, റം. ഈ ഡയഗ്രാമും പഠിച്ചു വെക്കാം. ഇനി നെക്സ്റ്റ് തിങ് ആന്റിബയോട്ടിക്സ്. ആന്റിബയോട്ടിക്സ് നമുക്കറിയാം എന്താണ്? മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ഡിസ്കവറി ആണ് the 20th century. and just ഈ സെന്റൻസ് പഠിച്ചൊക്കെ. ആന്റി എന്ന് പറഞ്ഞാൽ against and bio means life. അപ്പോൾ അത് അവരുടെ ടോട്ടൽ ലിറ്ററൽ മീനിങ് against life in the context of disease causing organism. അതായത് മനുഷ്യരെ കൊല്ലാനുള്ള ആ കോണ്ടെക്സ്റ്റ് അല്ല, അതായത് ഡിസീസ് കോസിങ് ഓർഗനിസംസിന്റെ ലൈഫിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള എന്നുള്ളൊരു മീനിങ്ങിലാണ് against life. ആൻഡ് നമുക്കറിയാം ആന്റിബയോട്ടിക്സ് എന്താണ്? ദേ ആർ കെമിക്കൽ സബ്സ്റ്റൻസസ് വിച്ച് ആർ പ്രൊഡ്യൂസ്ഡ് ബൈ സം മൈക്രോബ്സ്. ആൻഡ് അവരെന്താ ചെയ്യുക? ഡിസീസ് കോസിങ് മൈക്രോബ്സിന്റെ ഗ്രോത്തിനെ റിട്ടാർഡ് ചെയ്യാൻ അല്ലെങ്കിൽ കിൽ ചെയ്യാനുള്ള യൂസേജ് ആണ് അവരുടേത്. ആൻഡ് നമുക്കറിയാം മോസ്റ്റ് കോമൺലി യൂസ്ഡ് ആന്റിബയോട്ടിക് ആയ പെനിസിലിൻ. പെനിസിലിൻ എങ്ങനെയാണ്? ഇറ്റ് വാസ് എ ചാൻസ് ഡിസ്കവറി. ചാൻസ് ഡിസ്കവറിക്ക് നമ്മൾ പറയും സെറൻഡിപിറ്റി. അതായത് ഇന്റൻഷനോട് ഡിസ്കവർ ചെയ്തതല്ല, ബൈ ചാൻസ് ഡിസ്കവേർഡ് ആയി പോയെന്ന്. അതിൽ നമ്മൾ സെറൻഡിപിറ്റി എന്ന് വിളിച്ചു. ആൻഡ് അത് ആരാണ് കണ്ടുപിടിച്ചത്? അലക്സാണ്ടർ ഫ്ലെമിംഗ് വൈൽ വർക്കിംഗ് ഓൺ ദി ബാക്ടീരിയ സ്റ്റെഫൈലോകോക്കൈ. സ്റ്റെഫൈലോകോക്കൈ എന്ന് പറഞ്ഞ ബാക്ടീരിയന്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ അയാൾ ഒബ്സർവ് ചെയ്തു എന്താണ്? ചില അൺവാഷ്ഡ് കൾച്ചർ പ്ലേറ്റ്സിൽ ഈ അൺവാഷ്ഡ് ആയിട്ട് കൾച്ചർ പ്ലേറ്റ്സിൽ ചില മോൾഡ് ഓൾറെഡി ഗ്രോ ചെയ്തിരുന്നു. കുറെ മോൾഡ് ഗ്രോ ചെയ്തപ്പോ അവര് എന്ത് റിട്ടാർഡ് ചെയ്തു? നമ്മുടെ സ്റ്റാഫൈലോകോക്കൈന്റെ ഗ്രോത്തിനെ റിട്ടാർഡ് ചെയ്തു. അതായത് ആ മോൾഡ് കാരണം സ്റ്റാഫൈലോകോക്കൈ കുഡ് നോട്ട് ഗ്രോ. അപ്പൊ അയാൾക്ക് എന്ത് മനസ്സിലായി? ഇതായത് ഈ മോൾഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ചില കെമിക്കൽസ് എന്തിനെ റിട്ടാർഡ് ചെയ്തു? റിട്ടാർഡഡ് സ്റ്റെഫൈലോകോക്കൽ ഗ്രോത്ത്. അതിനെ അയാൾ എന്ത് വിളിച്ചു? അയാള് ആ കെമിക്കലിനെ പെനിസിലിൻ വിളിച്ചു. ആ കെമിക്കലിനെ അയാൾ പെനിസിലിൻ വിളിച്ചു. ആൻഡ് ആ മോൾഡ് എന്താന്ന് കണ്ടുപിടിച്ചു? പെനിസിലിയം നോട്ടേറ്റം. പെനിസിലിയം നോട്ടേറ്റം എന്ന് പറഞ്ഞ മോൾഡ് ഉണ്ടാക്കുന്ന കെമിക്കൽ ആയതുകൊണ്ട് അതിനെ പെനിസിലിൻ വിളിച്ചു. ആൻഡ് ഇറ്റ് കുഡ് kill or retard the growth of Staphylococcus. And however, and to its full potential as an effective antibiotic are established by Ernest Cheney and Howard Florey. And ഇതെന്തും കൂടി ഉപയോഗിച്ചു? വേൾഡ് വാർ 2 സമയത്ത് എക്സ്റ്റെൻസീവ് ആയിട്ട് ഒരു ആന്റിബയോട്ടിക് എന്ന് പറഞ്ഞ
വെൽ ഡെവലപ്ഡ് യൂസേജിലേക്ക് ആര് കൊണ്ടുവന്നു? ഈ ഏർണസ്റ്റിന്റെയും ഹോവർഡ് ഫ്ലോറിന്റെയും കണ്ടുപിടുത്തങ്ങളെ ഹെൽപ്പ് ചെയ്തു. ആൻഡ് ഫ്ലെമിംഗ്, ചെയിൻ ആൻഡ് ഫ്ലോറി, ആരൊക്കെ? ഫ്ലെമിംഗ്, ചെയിൻ ആൻഡ് ഫ്ലോറി ഫൈൻഡിങ് 1945 ഈ ഡിസ്കവറിക്ക് വേണ്ടി നോബൽ പ്രൈസും കിട്ടി. ആൻഡ് പെനിസിലിൻ കഴിഞ്ഞ് ബാക്കി കുറെ സയന്റിസ്റ്റ് വേറെയും കുറെ എന്ത് കണ്ടുപിടിച്ചു? ഇതേപോലെ ആന്റിബയോട്ടിക്സ് കണ്ടുപിടിച്ചു. എന്തിന്റെ എഫക്ട്, എന്തിന്റെ എഫിഷ്യൻസിക്ക് വേണ്ടി? അതായത് ഈ ബാക്കിയുള്ള ഡിസീസ് കോസിങ് മൈക്രോബ്സിന്റെ ഗ്രോത്തിനെ റിട്ടാർഡ് ചെയ്യാൻ എന്ന രീതിയിൽ ബാക്കിയുള്ള സയന്റിസ്റ്റും കുറെ ആന്റിബയോട്ടിക്സ് ഡെവലപ്പ് ചെയ്തു. ആൻഡ് ടു ട്രീറ്റ് ഡെഡ്ലി ഡിസീസസ് സച്ച് ആസ് പ്ലേഗ്, വൂപ്പിംഗ് കോഫ്, ഈ വൂപ്പിംഗ് കോഫിന്റെ വേർപേര് ഖാലി ഖാൻസി, അതും പഠിച്ചു, ഖാലി കാസി അതും പഠിച്ചു വെക്കാം. ആൻഡ് ഡിഫ്തീരിയ ആൻഡ് ലെപ്രസി, ഇത്രയും സ്മാരകമായ അസുഖങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് കണ്ടുപിടിച്ചു? ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ ആന്റിബയോട്ടിക്സ് കണ്ടുപിടിച്ചു. ഇനി എക്സാമ്പിൾ ചോദിക്കുകയാണെങ്കിൽ എറിത്രോമൈസിൻ, സ്ട്രെപ്റ്റോമൈസിൻ, ക്ലോറാംഫെനിക്കോൾ. ഇനി നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറഞ്ഞാൽ കെമിക്കൽസ്, എൻസൈംസ് ആൻഡ് അതർ ബയോ ആക്റ്റീവ് മോളിക്യൂൾസ്. അതിന്റെ എക്സാമ്പിൾ വരുന്ന ഹെൽപ്പ് ചെയ്യുന്ന മൈക്രോബ്സ്. കെമിക്കൽസിന്റെ താഴെ ഫസ്റ്റ് വരുന്നത് ആസ്പെർഗില്ലസ് നൈഗർ. അതെന്താണ്? അതൊരു ഫംഗൈ ആണ്. എന്ത് കെമിക്കൽസ് ഉണ്ടാക്കാനുള്ളത്? സിട്രിക് ആസിഡ്, gluconic acid. Aspergillus niger, which is a fungus, എന്തുണ്ടാക്കാൻ? citric acid, gluconic acid ഉണ്ടാക്കാൻ. Second one, Acetobacterium aceti. Acetobacterium aceti, which is a bacteria. And എന്തുണ്ടാക്കാൻ? പേര് പോലെ തന്നെ അസറ്റിക് ആസിഡ് ഉണ്ടാക്കാൻ. Third one, Clostridium botulinum. Clostridium botulinum ഉണ്ടാക്കുന്നത് ബ്യൂട്ടൈറിക് ആസിഡ്. ബ്യൂട്ടൈറിക് ആസിഡ് ഉണ്ടാക്കുന്നുണ്ട്. ഇതിന് നമ്മൾ വേറൊരു പേരിലൂടെ വിളിക്കും, ബ്യൂട്ടൈറിക് ആസിഡ് ബാക്ടീരിയ. ബ്യൂട്ടൈറിക് ആസിഡ് ബാക്ടീരിയ. ഇനി ഫോർത്ത് വൺ, ഹൈലി ഫെമിലിയർ ആയിട്ടുള്ള ലാക്ടോബാസിലസ്. ഇതെന്താണ്? ബാക്ടീരിയ. ഈ ക്ലോസ്ട്രിഡിയം ബോട്ടുലിനം എന്താണ്? ബാക്ടീരിയ. ആൻഡ് ലാക്ടോബാസിലസ് എന്തിനുണ്ടാക്കാൻ? ലാക്റ്റിക് ആസിഡ് ഉണ്ടാക്കാൻ. ഇത്രയും NCERT കൊടുത്ത കെമിക്കൽസ് ആണ്. ഉണ്ടാക്കുന്നത് ഏതിൽ നിന്നാണ്? അത് ഫംഗൈ ആണോ ബാക്ടീരിയ ആണോ? ഇത്രയും കാര്യങ്ങൾ പഠിച്ചു വെക്കാം. ആസിഡ് പ്രൊഡ്യൂസേഴ്സ് ആയിട്ടുള്ള എക്സാമ്പിൾസ് ആസ്പെർഗില്ലസ് നൈഗർ ഉണ്ടാക്കുന്നത് സിട്രിക് ആസിഡ്. ആൻഡ് നെക്സ്റ്റ് തിങ് അസറ്റോബാക്ടർ അസറ്റി, അത് ഒരു ബാക്ടീരിയമാണ് ആൻഡ് ഇറ്റ് പ്രൊഡ്യൂസസ് അസറ്റിക് ആസിഡ്. ആൻഡ് ക്ലോസ്ട്രിഡിയം ബ്യൂട്ടൈലിക്കം, അതെന്താണ്? ബാക്ടീരിയമാണ്, അതെന്തുണ്ടാക്കും? ബ്യൂട്ടൈറിക് ആസിഡ് ഉണ്ടാക്കും. ആൻഡ് ഫൈനലി ലാക്ടോബാസിലസ്, വിച്ച് ഇസ് എ ബാക്ടീരിയം ഓഫ് ലാക്റ്റിക് ആസിഡ്. ക്ലോസ്ട്രിഡിയം ബ്യൂട്ടൈലിക്കം ആണ്, ബോട്യുലിനം അല്ല. ടെറ്റനസ് കോസിംഗ് ആണ് ക്ലോസ്ട്രിഡിയം ബോട്യുലിനം. ഇനി നമുക്കറിയാം നെക്സ്റ്റ് കുറച്ച് എൻസൈംസിന്റെ, ഇപ്പൊ നമ്മൾ കെമിക്കൽസ് പഠിച്ചു. കെമിക്കൽസ് അതായത് കെമിക്കൽസ് സ്പെസിഫിക്കലി ഓർഗാനിക് ആസിഡ്സിനെയാണ് നമ്മൾ ഇത്രയും നേരം പഠിച്ചുകൊണ്ടിരുന്നത്. ഇനി അടുത്തത് കുറച്ച് എൻസൈംസ്. എൻസൈംസ് ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ബാക്ടീരിയം. അതിൽ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ലൈപ്പേസ്. ലൈപ്പേസിന്റെ യൂസ് എന്താണെന്ന് വെച്ചാൽ ലൈപ്പേസ് ഇസ് യൂസ്ഡ് ഇൻ ഡിറ്റർജൻസ് ടു റിമൂവ് ചെയ്യാൻ ഓയിലി സ്റ്റെയിൻസ്. ഓയിലി സ്റ്റെയിൻസ് റിമൂവ് ചെയ്യാൻ ഡിറ്റർജൻസ് യൂസ് ചെയ്യുന്ന ഏത് എൻസൈം? ലൈപ്പേസ്. ഈ ലൈപ്പേസ് ഫംഗസിലാണ് ഉണ്ടാക്കുന്നത്. ആൻഡ് അത് രണ്ട് ടൈപ്പ് ഉണ്ട്. ഫസ്റ്റ് തിങ് കാൻഡിഡ, സെക്കൻഡ് ജിയോട്രൈക്കം.
ലൈപ്പേസ് കഴിഞ്ഞു ലൈപ്പേസ് ഫസ്റ്റ് എൻസൈം. ഇനി സെക്കൻഡ് എക്സാമ്പിൾ അമൈലേസ്. അമൈലേസ് ഏതിനൊക്കെ ഉണ്ടാക്കാൻ പറ്റും? ഫംഗസിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റും, ബാക്ടീരിയയിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റും. ഫംഗസിന്റെ എക്സാമ്പിൾ ആസ്പെർഗില്ലസ്, റൈസോപ്പസ്. അതേപോലെ ബാക്ടീരിയന്റെ എക്സാമ്പിൾ ബാസിലസ്. ഇനി തേർഡ് എൻസൈം ലൈപ്പേസ് കഴിഞ്ഞു, അമൈലേസ് കഴിഞ്ഞു. ഇനി അത് ഏത് ഓർഗാനിസംസിനാണ് ഉണ്ടാക്കാന്ന് പഠിച്ചു. ഇനി തേർഡ് ആയിട്ട് വന്നത് പ്രോട്ടിയേസസ്. പ്രോട്ടിയേസ് ആൻഡ് പെക്റ്റിനേസ്. പ്രോട്ടിയേസ് ആൻഡ് പെക്റ്റിനേസിന്റെ മെയിൻ യൂസേജ് എന്താന്ന് വെച്ചാൽ ദേ ഹെൽപ് ടു ക്ലാരിഫൈ ഫ്രൂട്ട് ജ്യൂസസ്. ക്ലാരിഫൈ ചെയ്ത് ഫ്രൂട്ട് ജ്യൂസിനെ ക്ലാരിഫൈ ചെയ്ത് ബോട്ടിൽഡ് ഡ്രിങ്ക്സ് ഉണ്ടാക്കാൻ നമ്മൾ ഏതിനെ യൂസ് ചെയ്തു? പ്രോട്ടിയേസസിനെയും പെക്റ്റിനേസസിനെയും യൂസ് ചെയ്തു. ആൻഡ് ഈ പ്രോസസ്സിനെ ഹെൽപ്പ് ചെയ്യുന്ന ക്ലാരിഫയിങ് ഏജൻസ് ആണ് ഏതൊക്കെ? നമ്മുടെ ഒന്ന് പ്രോട്ടിയേസ്, സെക്കൻഡ് പെക്റ്റിനേസ്. ഇതില് പ്രോട്ടിയേസിന്റെ താഴെ വരുന്ന എക്സാമ്പിൾ ഏതൊക്കെ? ഒന്ന് ആസ്പെർഗില്ലസ്, സെക്കൻഡ് ബാസിലസ്. നമുക്കറിയാം ആസ്പെർഗില്ലസ് എന്താണ്? ഫംഗൈ ആണ്. ബാസിലസ് ബാക്ടീരിയ ആണ്. ഇനി പെക്റ്റിനേസസിന്റെ താഴെ വരുന്നത് ആസ്പെർഗില്ലസ് മാത്രം. എഗൈൻ നമുക്കറിയാം ആസ്പെർഗില്ലസ് എന്താണ്? ഫംഗൈ. അപ്പൊ ഇപ്പൊ നമ്മൾ എന്തൊക്കെ എൻസൈംസിന്റെ കേസിൽ ലൈപ്പേസസ്, അമൈലേസസ് ആൻഡ് ഫൈനലി പ്രോട്ടിയേസ് ആൻഡ് പെക്റ്റിനേസസ്. അതാണ് NCERT പറയുന്നത്. ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് എൻസൈംസ് ലൈപ്പേസ് എന്തിൽ യൂസ് ചെയ്തു? ലൈപ്പേസ് യൂസ്ഡ് ഇൻ ഡിറ്റർജന്റ് ഫോർമുലേഷൻ ആൻഡ് ആർ ഹെൽപ്ഫുൾ ഇൻ റിമൂവിംഗ് ഓയിലി സ്റ്റെയിൻസ് ഫ്രം ദി ലോണ്ടറി. ആൻഡ് ബോട്ടിൽഡ് ഫ്രൂട്ട് ജ്യൂസസിൽ അവര് നമുക്കറിയാം അവർക്ക് ഹൈലി ക്ലാരിഫൈഡ് അല്ലെങ്കിൽ പ്യൂരിഫൈഡ് ആണ്. കാരണം അവർക്ക് ബാക്കിയുള്ള സ്ട്രാൻഡ്സോ ഫൈബേഴ്സോ ഒന്നും നമുക്ക് ബോട്ടിൽ ജ്യൂസിൽ കാണാൻ പറ്റില്ല. അപ്പൊ ഈ പ്രോസസ്സിന് അവർ യൂസ് ചെയ്യുന്നത് പെക്റ്റിനേസസ് ആൻഡ് പ്രോട്ടിയേസസ്. ആൻഡ് നെക്സ്റ്റ് ഒരു യൂസ് പറയുന്നത് ടു റിമൂവ് ക്ലോട്ട്സ് ഫ്രം ദി ബ്ലഡ് വെസൽസ് ഓഫ് പേഷ്യൻസ്. അതായത് മയോകാർഡിയൽ ഇൻഫാക്ഷൻ വന്ന് ഹാർട്ട് അറ്റാക്ക് വരുന്ന പേഷ്യൻസിൽ ഇവരുടെ ക്ലോട്ട് ബസ്റ്റർ അല്ലെങ്കിൽ ക്ലോട്ട് റിമൂവലിന് നമ്മൾ എഗെയിൻ ഉപയോഗിക്കുന്ന ഒരു മെയിൻ സാധനമാണ് സ്ട്രെപ്റ്റോകൈനേസ് എന്ന് പറഞ്ഞ മരുന്ന്. ഈ സ്ട്രെപ്റ്റോകൈനേസും അഗെയിൻ ഒരു ബാക്ടീരിയം. ആ ബാക്ടീരിയത്തിന്റെ പേര് സ്ട്രെപ്റ്റോകോക്കസ്. ഈ ബാക്ടീരിയത്തിൽ നിന്ന് ജനറ്റിക് എഞ്ചിനീയറിംഗ് വഴി നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? ക്ലോട്ട് ബസ്റ്റർ ഫോർ റിമൂവിങ് ക്ലോട്ട്സ്. ആൻഡ് അഗെയിൻ ആ എക്സാമ്പിൾ ഹൈലി ഇമ്പോർട്ടന്റ് ആണ്. ക്ലോട്ട് ബസ്റ്റർ ആയിട്ട് നമ്മൾ സ്ട്രെപ്റ്റോകൈനേസ് ഉപയോഗിക്കും. ആൻഡ് അഗെയിൻ ഇറ്റ് ഇസ് പ്രൊഡ്യൂസ്ഡ് ഫ്രം വിച്ച് ബാക്ടീരിയ? അതായത് സ്ട്രെപ്റ്റോകോക്കസ്. ഇനി വേറൊരു ബയോ ആക്റ്റീവ് മോളിക്യൂൾ ഉണ്ട് whose name is cyclosporin A. And again ഈ cyclosporin A ന്റെ മെയിൻ യൂസേജ് ആസ് എൻ ഇമ്മ്യൂൺ ഏജന്റ്. അതായത് ഓർഗൻ ട്രാൻസ്പ്ലാന്റ് നടത്തുമ്പോൾ നമുക്കറിയാം വാക്സിൻ നോക്കണം. അതായത് പുതിയൊരു ഡോണർ ഒരു റെസിപ്പിയന്റിന് ഓർഗൻ കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും? അവർ അതായത് പുതിയ വേറൊരു ഓർഗനിസംസിൽ വരുന്ന ഓർഗൻ ആയതുകൊണ്ട് റിജക്ട് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലുണ്ട്. അപ്പൊ റിജക്ട് ചെയ്യാൻ കാരണക്കാരാവുന്ന ഈ റെസിപ്പിയന്റിന്റെ ഇമ്മ്യൂണിറ്റിനെ ജസ്റ്റ് സപ്രസ് ചെയ്ത് ഓർഗൻ റിജക്ഷൻ നടക്കാണ്ടിരിക്കാൻ നമ്മൾ ഏതിനെ യൂസ് ചെയ്യും? ഈ സൈക്ലോസ്പോറിൻ A എന്ന് പറയുന്ന ബയോ ആക്റ്റീവ് മോളിക്യൂളിനെ നമ്മൾ കൊടുക്കും. ആൻഡ് അഗെയിൻ അത് പ്രൊഡ്യൂസ്ഡ് ബൈ ഏതാണ്? വിച്ച് ഇസ് ഫംഗസ് നെയിംഡ് ട്രൈക്കോഡെർമ പോളിസ്പോറം. വിച്ച് ഇസ് എ ഫംഗസ്. ഇനി നെക്സ്റ്റ് യൂസ് എന്താന്ന് വെച്ചാൽ സ്റ്റാറ്റിൻസിന്റെ എക്സാമ്പിൾ ആണ് എടുക്കുന്നത്. സ്റ്റാറ്റിൻസ് പ്രൊഡ്യൂസ്ഡ് ബൈ ആരാണ്? ഫംഗസ് ആണ്. ആൻഡ് ആ ഫംഗസിന്റെ പേര് മൊണാസ്കസ് പെർപ്യൂരിയസ്. അതിന്റെ യൂസേജ് എന്താണ്? ബ്ലഡ് കൊളസ്ട്രോൾ ലോവറിംഗ് ഏജൻസ് വിച്ച് ഇസ് ഹൈലി യൂസ്ഡ്. സ്റ്റാറ്റിൻസ് ഹൈലി യൂസ്ഡ് ആയ ബ്ലഡ് കൊളസ്ട്രോൾ ലോവറിംഗ് ഏജൻസ് ആണ്. ആൻഡ് അഗെയിൻ അത് ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്ത് ഓർഗനിസം ഏതാണ്? ഈസ്റ്റ് ആണ്, വിച്ച് ഇസ് മൊണാസ്കസ് പെർപ്യൂരിയസ്. ആൻഡ് ഇറ്റ് ആക്ട്സ് എങ്ങനെയാണ് അവരുടെ ആക്ഷൻ? ബൈ കോമ്പറ്റിറ്റീവ്ലി ഇൻഹിബിറ്റിംഗ് ദ എൻസൈം
റെസ്പോൺസിബിൾ ഫോർ ദ സിന്തസിസ് ഓഫ് കൊളസ്ട്രോൾ. ഇത്രയും കാര്യങ്ങളാണ് ഏതിൽ വരുന്നത്? കെമിക്കൽസ്, എൻസൈംസ് ആൻഡ് അതർ ബയോആക്റ്റീവ് മോളിക്യൂൾസ് വരുന്നത്. കെമിക്കൽസ് ആൻഡ് എൻസൈം ഞാൻ സൈഡിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ബയോ ആക്റ്റീവ് മോളിക്യൂൾസിന്റെ പേര് നമ്മൾ എന്തൊക്കെ പഠിച്ചു? രണ്ടെണ്ണം, സ്ട്രെപ്റ്റോകൈനീസും സൈക്ലോസ്പോറിൻ എഴുതി. ഇനി നെക്സ്റ്റ് ടോപ്പിക് വരുന്നത് ഏതാണ്? മൈക്രോബ്സ് സീവേജ് ട്രീറ്റ്മെന്റ്. നമുക്കറിയാം എന്ത്, ലാർജ് ക്വാണ്ടിറ്റീസ് ഓഫ് വേസ്റ്റ് വാട്ടർ ആണ് ഓരോ ദിവസം സിറ്റീസിലും ടൗൺസിലും ജനറേറ്റഡ് ആവുന്നത്. ആൻഡ് നമുക്കറിയാം മേജർ കോമ്പണന്റ് ഏതാണെന്ന് വെച്ചാൽ ഈ വേസ്റ്റ് വാട്ടറിൽ മെജോറിറ്റിയും കാണുന്നത് ഹ്യൂമൻ എക്സ്ക്രീറ്റ. ആൻഡ് ഈ മുനിസിപ്പൽ വേസ്റ്റ് വാട്ടറിനെ നമ്മൾ എന്തും കൂടി വിളിച്ചു? സീവേജ് എന്നും വിളിച്ചു. ആൻഡ് ഇറ്റ് കണ്ടെയ്ൻസ്, നമുക്കറിയാം മെജോറിറ്റി ആയിട്ട് ഹ്യൂമൻ എക്സ്ക്രീറ്റ് ഉണ്ട്, അത് കൂടാണ്ട് ഇറ്റ് കണ്ടെയ്ൻസ് ലാർജ് അമൗണ്ട്സ് ഓഫ് ഓർഗാനിക് മാറ്ററും മൈക്രോബ്സും കൂടി കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്. ആൻഡ് നമുക്കറിയാം ഇതേപോലെ തന്നെ ഈ മൈക്രോബ്സ് ഏതൊക്കെയാണ്? മെനി ഓഫ് വിച്ച് ആർ പാത്തോജനിക്, അതായത് ഡിസീസ് കോസിങ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് ഡിസ്പോസ് ചെയ്യുന്നതിന് മുമ്പ് അതിനെ ട്രീറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അല്ലെങ്കിൽ എന്ത് ചെയ്യും? ഈ പാത്തോജനിക് ഓർഗാനിസംസ് സ്പ്രെഡ് ആയി ഡിസീസ് കോസ് ചെയ്യും. അപ്പോ ദിസ് കനോട്ട് ബി ഡിസ്ചാർജ് ഇൻ ടു നാച്ചുറൽ വാട്ടർ ബോഡീസ് ഡിറക്ട്ലി. സോ യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് വൈ എന്ത് ഈ വൈ ഡിസ്പോസൽ ഇസ് നീഡഡ്. അതായത് ട്രീറ്റ്മെന്റ് ബിഫോർ disposal is highly important and is done. ഇനി ആ കോണ്ടെക്സ്റ്റിൽ എന്ത് വരുന്നു? സീവേജ് ട്രീറ്റഡ് ഇൻ സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ്സ്, അതായത് STPs ഫുൾ ഫോം ചോദിച്ചാൽ സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ്സ് ടു മേക്ക് ഇറ്റ് ലെസ് പൊല്യൂട്ടിങ്. ട്രീറ്റ്മെന്റ് ഓഫ് വേസ്റ്റ് വാട്ടർ എങ്ങനെയാണ് ചെയ്യുന്നതാണ് അടുത്ത പാരഗ്രാഫിൽ NCERT കൊടുത്തിട്ടുള്ളത്. ട്രീറ്റ്മെന്റ് ഓഫ് വേസ്റ്റ് വാട്ടർ ഇസ് ഡൺ ബൈ ചില ഹെട്രോട്രോഫിക് മൈക്രോബ്സ് നാച്ചുറലി പ്രസന്റ് ഇൻ സീവേജ്. അതായത് സീവേജിൽ തന്നെ പ്രസന്റ് ആയ ഡിസീസ് കോസിങ് അല്ലാത്ത ചില ഹെട്രോട്രോഫിക് മൈക്രോ ഓർഗാനിസംസിനെ കൊണ്ട് നമ്മൾ അതിന്റെ ട്രീറ്റ്മെന്റ് നടത്താണ്. അതായത് സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാനിൽ പ്രൈമറി ട്രീറ്റ്മെന്റ് ആണ് ഫസ്റ്റ്. ദ ട്രീറ്റ്മെന്റ് എത്ര സ്റ്റേജസിലാണ് ക്യാരിഡ് ഔട്ട്? 2 സ്റ്റേജസ്. അതിൽ ഫസ്റ്റ് വരുന്നത് പ്രൈമറി ട്രീറ്റ്മെന്റ്. പ്രൈമറി ട്രീറ്റ്മെന്റില് sewage treatment plant. ഈ sewage treatment plant ഫസ്റ്റ് കാണുന്നത് പ്രൈമറി ട്രീറ്റ്മെന്റ്. പ്രൈമറി ട്രീറ്റ്മെന്റ് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ജസ്റ്റ് ഫിസിക്കൽ റിമൂവൽ നടക്കും. അതായത് ഫിൽട്രേഷൻ പോലെ നമുക്ക് കാണാൻ പറ്റുന്ന, നേക്കഡ് ഐസിനെ കൊണ്ട് കാണാൻ പറ്റുന്ന ചില കണ്ടാമിനൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഇംപ്യൂർ ഏജൻസ് നമ്മൾ ഫിസിക്കലി റിമൂവ് ചെയ്യും. അതാണ് പ്രൈമറി ട്രീറ്റ്മെന്റ്. ആൻഡ് സെക്കൻഡ് വരുന്നത് സെക്കൻഡറി ട്രീറ്റ്മെന്റ്. ഫിസിക്കൽ റിമൂവൽ ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മൾ ജസ്റ്റ് ഒന്ന് ബയോളജിക്കലി ട്രീറ്റ് ചെയ്യും. ബയോളജിക്കൽ ട്രീറ്റ്മെന്റ് ആണ് നമ്മൾ മൈക്രോബ്സിനെ യൂസ് ചെയ്യുന്നത്. ബയോളജിക്കൽ ട്രീറ്റ്മെന്റ്. ആൻഡ് ഫൈനൽ തേർഡ് എന്താണ് നമ്മൾ ചെയ്യുന്നത്? ടേർഷ്യറി ട്രീറ്റ്മെന്റ്. ടേർഷ്യറി ട്രീറ്റ്മെന്റ് നമ്മൾ എന്താണ് ചെയ്യുന്നത്? അതൊരു ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോസസ്സിലൂടെ നമ്മൾ ടേർഷ്യറി ട്രീറ്റ്മെന്റ് നടത്തും. ഇനി ഡീറ്റെയിൽ ആയിട്ട് എടുത്ത് നോക്കുമ്പോൾ ഫസ്റ്റ് പ്രൈമറി ട്രീറ്റ്മെന്റില് രണ്ട് മെയിൻ പ്രോസസ് നമുക്കറിയാം. അതൊരു ഫിസിക്കൽ റിമൂവൽ ആണ്. ഇനി ഈ ഫിസിക്കൽ റിമൂവലിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള പ്രോസസ് ഏതാന്ന് വെച്ചാൽ ഒന്നാമത്തത് സീക്വൻഷ്യൽ ഫിൽട്രേഷൻ ആൻഡ് സെക്കൻഡ് സെഡിമെന്റേഷൻ. ഇനി ഇതിന് ഡീറ്റെയിൽ ആയിട്ട് കാണുകയാണെങ്കിൽ ഈ ട്രീറ്റ്മെന്റ്, അതായത് പ്രൈമറി ട്രീറ്റ്മെന്റിൽ ബേസിക്കലി ഇൻവോൾവ് നമ്മൾ പഠിച്ചു ഫിസിക്കൽ റിമൂവൽ ആണ്. അതായത് ലാർജ് ആൻഡ് സ്മോൾ പാർട്ടിക്കിൾസിനെ സീവേജിൽ എന്ത് നമ്മൾ അണ്ടർഗോ ചെയ്യും? സീക്വൻഷ്യൽ ഫിൽട്രേഷൻ ആൻഡ് സെഡിമെന്റേഷൻ അണ്ടർഗോ ചെയ്ത് ലാർജ് ആൻഡ് സ്മോൾ ഫിസിക്കൽ പാർട്ടിക്കിൾസിനെ നമ്മൾ ഫിസിക്കലി റിമൂവ് ചെയ്യും.
and these are removed in stages. ആദ്യം ഈ floating debris is removed by sequential filtration. Sequential filtration is removal of floating debris. Then നമുക്കറിയാം ഈ മെയിൻ സാധനങ്ങൾ അതായത് ഫ്ലോട്ട് ചെയ്യുന്ന ലാർജ് മോളിക്യൂൾസ് നമ്മൾ സീക്വൻഷ്യൽ ഫിൽട്രേഷൻ വഴി റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി എന്ത് റിമെയിൻ ചെയ്യും? സോയിലും ചെറിയ പെബിൾസും ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഗ്രിറ്റ് പാർട്ടിക്കിൾസ്, അതായത് കുറച്ചും കൂടി ചെറിയ രീതിയിൽ അതായത് ഫ്ലോട്ട് ചെയ്യാത്ത പാർട്ടിക്കിൾസ്. ആൻഡ് ഇതിനെങ്ങനെയാണ് റിമൂവ് ചെയ്യുന്നത്? ദേ ആർ റിമൂവ്ഡ് ബൈ സെഡിമെന്റേഷൻ. അപ്പൊ സെഡിമെന്റേഷന് താഴെ sedimentation of grit, soil particles and pebbles, അതായത് ചെറിയ ചെറിയ സാധനങ്ങൾ which could be sedimented. അതായത് ഒന്നാമത്തത് സീവേജിലെ ഫ്ലോട്ടിംഗ് ഡെബ്രി, മേലെ ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്ന സാധനങ്ങൾ റിമൂവ് ചെയ്തു ബൈ സീക്വൻഷ്യൽ ഫിൽട്രേഷൻ. ഇനി താഴെ ചെറിയ ചെറിയ സാധനങ്ങൾ സെഡിമെന്റ് ആയിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ പാർട്ടിക്കിൾസിനെ റിമൂവ് ചെയ്യാൻ സെഡിമെന്റേഷൻ. അങ്ങനെ മേലത്തെയും താഴത്തെയും, സെഡിമെന്റ് ചെയ്യുന്നതിന് താഴത്തതും മേലെ ഫ്ലോട്ട് ചെയ്യുന്നതിന് മേലത്തതും ഏത് പ്രോസസ് വഴി? സീക്വൻഷ്യൽ ഫിൽട്രേഷൻ ആൻഡ് സെഡിമെന്റേഷൻ വഴി നമ്മൾ റിമൂവ് ചെയ്തു. ഇനി ഇതും കഴിഞ്ഞ് ഈ രണ്ട് പ്രോസസ്സും കഴിഞ്ഞ് എല്ലാ സോളിഡ്സും വിച്ച് സെറ്റിൽ ചെയ്യുന്ന സോളിഡ്സിനെ നമ്മൾ എന്ത് പേരിൽ വിളിച്ചു? പ്രൈമറി സ്ലഡ്സ് എന്ന് വിളിച്ചു. ആൻഡ് സെറ്റിൽ ചെയ്യാത്ത സൂപ്പർനേറ്റന്റ് എന്ന് പറഞ്ഞാൽ പൊങ്ങിക്കിടക്കുന്ന സാധനങ്ങൾ നമ്മൾ എന്ത് വിളിച്ചു? എഫ്ലുവന്റ്. സൂപ്പർനേറ്റന്റ് ആയിട്ടുള്ള സാധനങ്ങളെ എഫ്ലുവന്റ് എന്നും സെറ്റിലായ പ്രൈമറി സ്ലഡ്സ് എന്ന് വിളിച്ചു. ആൻഡ് എന്തിനാണ് നമ്മൾ ഇനി പ്രൈമറി ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് സെക്കൻഡറി ട്രീറ്റ്മെന്റിലേക്ക് നമ്മൾ കൊണ്ടുപോകുന്നത്? ഈ സൂപ്പർ നേറ്റന്റ് അല്ലെങ്കിൽ ഈ എഫ്ലുവന്റിനെയാണ്. അതാണ് ആ പാരഗ്രാഫിലെ മോസ്റ്റ് ഇമ്പോർട്ടന്റ്. അതായത് പ്രൈമറി ട്രീറ്റ്മെന്റ് ചെയ്ത് നമ്മൾ സെക്കൻഡറി ട്രീറ്റ്മെന്റിലേക്ക് എന്തിനാണ് കൊണ്ടുപോകുന്നത്? ദ എഫ്ലുവന്റ്. The effluent forms the primary effluent from the primary settling tank. അതിനെയാണ് നമ്മൾ ടേക്കൺ ഫോർ സെക്കൻഡറി ട്രീറ്റ്മെന്റ്. ഇനി നമുക്ക് നടത്താൻ പോകുന്നത് സെക്കൻഡറി ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ ബയോളജിക്കൽ ട്രീറ്റ്മെന്റ്. അതില് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ഈ പ്രൈമറി എഫ്ലുവന്റ് കൊണ്ടുപോകുന്നതാണ്. ഈ പ്രൈമറി ടാങ്കിൽ നിന്ന് സെറ്റിൽ ആയിട്ടുള്ള എഫ്ലുവന്റ് അവര് നമ്മൾ എന്തിലേക്ക് കടത്തിവിടും? ഇൻടു ലാർജ് എയറേഷൻ ടാങ്ക്സ്. ആ എയറേഷൻ ടാങ്ക്സിന്റെ ഡയഗ്രാം ഇത് കൊടുത്തിട്ടുണ്ട്. ഇതാണ് സെക്കൻഡറി ട്രീറ്റ്മെന്റ് നടത്തുന്ന എയറേഷൻ ടാങ്ക്സ്. ഇനി ഈ എയറേഷൻ ടാങ്ക്സിനുള്ളിൽ കൂടി പാസ് ചെയ്യും. ആൻഡ് ആ എയറേഷൻ ടാങ്ക് നടക്കാൻ പോകുന്നത് ആജിറ്റേഷൻ, അതായത് ദേ ആർ കോൺസ്റ്റന്റ്ലി ആജിറ്റേറ്റഡ്, അതായത് ഇളക്കി മറിക്കും മെക്കാനിക്കലി. ആൻഡ് ഇതിന്റെ ആജിറ്റേഷന്റെ കൂടെ എയർ ഇസ് ഓൾസോ പംപ്ഡ് ഇൻടു ഇറ്റ്. ഈ പ്രോസസ്സിൽ ഒന്നുകൂടി സമ്മറൈസ് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ ഈ സീവേജിനെ, അതായത് ഓർഗാനിക് മാറ്ററും ബാക്കിയുള്ള പാത്തജനിക് മൈക്രോബ്സ് എല്ലാം കണ്ടെയ്ൻ ആവുന്ന സീവേജിനെ നമ്മൾ ട്രീറ്റ്മെന്റ് പ്ലാന്റിലേക്ക് കടത്തിവിടും. അതിൽ ത്രീ ടൈപ്സ് അല്ല 3 മേജർ സ്റ്റെപ്സ്: പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെർഷ്യറി. പ്രൈമറി ട്രീറ്റ്മെന്റിൽ നമ്മൾ ഫ്ലോട്ടിംഗ് ഡെബ്രീനെയും അതായത് സെറ്റിലേറ്റിലെ ഗ്രിറ്റിനെയും ബൈ 2 പ്രോസസ് സീക്വൻഷ്യൽ ഫിൽട്രേഷൻ ആൻഡ് സെഡിമെന്റേഷൻ റിമൂവ് ചെയ്തു. ആൻഡ് ഇതിൽ നിന്ന് എഫ്ലുവന്റിനെ നമ്മൾ ഇതിലേക്ക് സെക്കൻഡറി ട്രീറ്റ്മെന്റിലേക്ക് കൊണ്ടുപോവാണ്. ഈ സെക്കൻഡറി ട്രീറ്റ്മെന്റിൽ എന്താണ് നടക്കുന്നതെന്ന് വെച്ചാൽ ദ സീവേജ് ഇസ് പാസ്ഡ് ഇൻടു ലാർജ് എയറേഷൻ ടാങ്ക്സ്. ഈ എയറേഷൻ ടാങ്ക്സിൽ നമ്മൾ മെക്കാനിക്കൽ ആജിറ്റേഷൻ വഴി നമുക്ക് ഫ്ലോക്സിനെ ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യും. അതായത് യൂസ്ഫുൾ എയറോബിക് മൈക്രോ ഓർഗാനിസംസിനെ ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യും. മെക്കാനിക്കൽ ആജിറ്റേഷൻ ആൻഡ് പമ്പിംഗ് ഓഫ് എയർ. മെക്കാനിക്കൽ ആജിറ്റേഷൻ ആണ് എയർ പംപ്ഡ് ഇൻടു ഇറ്റ്. നമുക്ക് എന്ത് കിട്ടി? ഈ പ്രോസസ് വഴി നമുക്ക് ഫ്ലോക്സിനെ കിട്ടി, അതായത് എയറോബിക് ബാക്ടീരിയ ഗ്രോത്ത് കൂട്ടാൻ വേണ്ടി. ആൻഡ് അവർ മെഷ് ഇസ് ഫോംഡ്. ഏതിന്? വിത്ത് ദ ഹെൽപ്പ് ഓഫ്
ഈ പ്രോസസ് വഴി masses of bacteria associated with fungal filaments to form mesh like structures. ഇതിന് നമ്മൾ എന്ത് വിളിച്ചു? ഫ്ലോക്സ് എന്ന് വിളിച്ചു. അതായത് എയറോബിക് ബാക്ടീരിയൽ ഗ്രോത്ത് കൂടി പ്ലസ് അസോസിയേറ്റഡ് വിത്ത് ബാക്ടീരിയ മാത്രമല്ല അതിൽ എന്തും കൂടി ഉണ്ട്? ഫംഗൽ ഫിലമെന്റ്സ്. അങ്ങനെ ഫ്ലോക്ക് ഫോർമേഷൻ ഉണ്ടായി. ഇനി ഈ എയറോബിക് ബാക്ടീരിയന്റെ ഗ്രോത്ത് കൂടുന്നു ആൻഡ് ഈ ഗ്രോ ചെയ്ത മൈക്രോബ്സ് അവരെന്ത് ചെയ്യും? ദേ കൺസ്യൂം ദ മേജർ പാർട്ട് ഓഫ് ദി ഓർഗാനിക് മാറ്റർ ഇൻ ദ എഫ്ലുവന്റ്. എഫ്ലുവന്റിലെ ഓർഗാനിക് മാറ്റർ അവർ കൺസ്യൂം ചെയ്യുന്നു. ആൻഡ് ഈ കൺസ്യൂം ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? നമുക്കറിയാം കൺസപ്ഷന് സമയത്ത് നമുക്ക് ഓക്സിജന്റെ നീഡ് ഉണ്ട്. നമുക്കല്ല, ആ ബാക്ടീരിയക്ക് ഓക്സിജന്റെ നീഡ് ഉണ്ട്. അങ്ങനെ ഇറ്റ് സിഗ്നിഫിക്കൻറ്റ്ലി റെഡ്യൂസ് ആണ് ആ സെന്റൻസിലെ കീ പോയിന്റ്. ദിസ് സിഗ്നിഫിക്കൻറ്റ്ലി റെഡ്യൂസസ് ദി ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് ഓഫ് ദി എഫ്ലുവന്റ്. ആൻഡ് ഈ BODന്റെ ഫുൾ ഫോം അഗൈൻ പലതവണ ചോദിച്ചതാണ്. ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ്. ഈ ബയോകെമിക്കൽ കുറച്ചും കൂടി ഇമ്പോർട്ടന്റ് ആയി നോട്ട് ചെയ്യുക. ബയോകെമിക്കൽ, ഇതിൽ തന്നെ ബയോകെമിക്കൽ ആണ് കുറച്ചുകൂടി തെറ്റാൻ സാധ്യത. ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് ഏതിന്റെ? എഫ്ലുവന്റിന്റെ സിഗ്നിഫിക്കൻറ്റ്ലി റിഡക്ഷൻ സംഭവിക്കും. ഇനി നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് തിങ് എന്താണെന്ന് വെച്ചാൽ BOD അല്ലെങ്കിൽ ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡിന്റെ ഡെഫിനിഷൻ എന്താണ്? ഇറ്റ് റെഫേഴ്സ് ടു ദി amount of oxygen that would be consumed if all the organic matter in 1 liter of water were oxidized by bacteria. ഈ മാർക്ക് ചെയ്ത പോയിന്റ്സ് എക്സ്ട്രീംലി ഇമ്പോർട്ടന്റ് ആണ്. amount of oxygen that would be consumed, റിലീസ്ഡ് ആണോ കൺസ്യൂംഡ് ആണോ എന്നൊക്കെ മാറ്റി ചോദിച്ചാൽ എന്ത് പറയണം? ഓക്സിജൻ that would be consumed if all the organic ആണോ നോൺ ഓർഗാനിക് ആണോ എന്ന് ഓപ്ഷനിൽ തന്നാൽ കൺഫ്യൂസ്ഡ് ആവരുത്. if all the organic matter in എത്ര ലിറ്റർ? 1 liter of water were oxidized by bacteria. ഇത്രയും കാര്യങ്ങൾ നോട്ട് ചെയ്യുക. BODന്റെ ഡെഫിനിഷൻ നോട്ട് ചെയ്യുക. ആൻഡ് ഈ സീവേജ് വാട്ടർ ട്രീറ്റഡ് ഏതുവരെ? നമുക്ക് വേണ്ടത്ര വരെ BOD റിഡക്ഷൻ സംഭവിക്കുന്നത് വരെ ഈ പ്രോസസ്സസ് കണ്ടിന്യൂഡ്. ആൻഡ് ഫൈനലി നമ്മൾ എന്ത് ചെയ്യും? BOD ടെസ്റ്റ് ചെയ്യും. ആൻഡ് ഈ ടെസ്റ്റ് മെഷേഴ്സ് ദി റേറ്റ് ഓഫ് അപ്ടേക്ക് ഓഫ് ഓക്സിജൻ ബൈ മൈക്രോ ഓർഗാനിസംസ് ഇൻ എ സാമ്പിൾ ഓഫ് വാട്ടർ. അതായത് ഇൻഡയറക്ട്ലി BOD is a measure of organic matter present in the water. നമുക്കറിയാം ഓക്സിജൻ എത്ര എടുക്കുന്ന ആര് തീരുമാനിക്കും? എത്ര ഓർഗാനിക് മാറ്റർ ഉണ്ടെന്നാണ് ഫൈനലി തീരുമാനിക്കുന്നത്. അപ്പോ ഫൈനലി ഇൻഡയറക്ട്ലി എന്ത് പറയാം? BOD is a measure of, ആക്ച്വലി ഡയറക്ട്ലി നമുക്ക് പറയാൻ പറ്റും റേറ്റ് ഓഫ് അപ്ടേക്ക് ഓഫ് ഓക്സിജനെയാണ് ഡിപ്പെൻഡ് ആയിരിക്കുന്നത്. പക്ഷേ ഈ റേറ്റ് ഓഫ് അപ്ടേക്ക് ഇസ് അഗൈൻ ഡിപ്പെൻഡന്റ് ഓൺ ദി ഓർഗാനിക് മാറ്റർ പ്രസന്റ് ഇൻ ദ വാട്ടർ. അപ്പോ നമുക്ക് എന്ത് പറയാൻ പറ്റും? ദ ഗ്രേറ്റർ ദ BOD ഓഫ് വേസ്റ്റ് വാട്ടർ മോർ ഇസ് ഇറ്റ്സ് പൊല്യൂട്ടിംഗ് പൊട്ടൻഷ്യൽ. ഇത് അഗൈൻ അടുത്ത ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. അതായത് BOD കൂടുതലാന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താ? ഓക്സിജൻ കൺസംഷൻ കൂടുതലാണ്. അതായത് ഓർഗാനിക് മാറ്റർ ഇൻ ദ വാട്ടർ അത്രയും കൂടുതലാണ്. അത്രയും ഓർഗാനിക് മാറ്റർ കൂടുന്നതിന്റെ കാരണം എന്താ? അതിന്റെ പൊല്യൂട്ടിംഗ് പൊട്ടൻഷ്യൽ കൂടുതലായതുകൊണ്ടല്ലേ. അപ്പോ ഗ്രേറ്റർ ദി BOD ഓഫ് വേസ്റ്റ് വാട്ടർ മോർ ഇസ് ഇറ്റ്സ് പൊല്യൂട്ടിംഗ് പൊട്ടൻഷ്യൽ. ആൻഡ് നെക്സ്റ്റ് തിങ്, ഇനി നമ്മൾ BOD ടെസ്റ്റ് നടത്തി. BOD നമുക്ക് വേണ്ട റിഡക്ഷൻ സംഭവിച്ചു. ഏതില്? ലാർജ് ഈ എയറേഷൻ ടാങ്ക്സിൽ. ഇനി ഇത് റെഡ്യൂസ്ഡ് ആയി നമ്മൾ ഉറപ്പ് വരുത്തിയതിനു ശേഷം ഈ എഫ്ലുവന്റിന് നമ്മൾ ദെൻ പാസ് ഇൻ ടു സെറ്റിലിംഗ് ടാങ്ക്. ഈ സെറ്റിലിംഗ് ടാങ്കിലേക്ക് എന്തിനാണ് പാസ് ചെയ്യുന്നത്? ഈ ബാക്ടീരിയൽ ഫ്ലോക്സിനെ സെഡിമെന്റ് ചെയ്യാൻ അലൗ ചെയ്യാൻ. എന്നാലേ എന്ത് പറ്റുള്ളൂ? നമുക്കറിയാം ട്രീറ്റഡ് ആയിട്ടുള്ള സാധനത്തിന് നമുക്ക് ഈ ബാക്ടീരിയൽ ഫ്ലോക്സിനെ റിമൂവ് ചെയ്യണം. എന്നാലേ പെർഫെക്റ്റ്ലി ട്രീറ്റഡ് ആവുള്ളൂ. ആൻഡ് നമുക്ക് വാട്ടർ ബോഡീസിലേക്ക് ഇതിനെ ഡിസ്ചാർജ് ചെയ്യാൻ പറ്റുള്ളൂ, ഡിസ്പോസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോ ഇനി നെക്സ്റ്റ് പ്രോസസ് എന്താന്ന് വെച്ചാല് എയറേഷൻ ടാങ്കിൽ നിന്ന് BOD സിഗ്നിഫിക്കന്റ് റിഡക്ഷൻ ഇൻ BOD നടന്നു കഴിഞ്ഞാൽ നമ്മൾ ഏതിലേക്ക് കൊണ്ടുപോകും? സെറ്റിലിംഗ് ടാങ്ക്സിലേക്ക് കൊണ്ടുപോകും. ആദ്യം ലാർജ് എയറേഷൻ ടാങ്ക്സ് എന്നും ഇപ്പൊ നമ്മൾ സെറ്റിലിംഗ് ടാങ്ക്സിലേക്ക് കൊണ്ടുപോവാണ്. ഇനി ഈ സെറ്റിലിംഗ് ടാങ്ക്സിൽ എന്ത് സംഭവിക്കും? ഈ ബാക്ടീരിയൽ ഫ്ലോക്സിനെ സെഡിമെന്റ് ചെയ്യാൻ അലൗ ചെയ്യും. ആൻഡ് ഈ ബാക്ടീരിയൽ ഫ്ലോക്സ്, അതായത് എയറോബിക് ബാക്ടീരിയ റിച്ച് ആയിട്ടുള്ള ഫ്ലോക്സിനെ, അതായത് സെഡിമെന്റ് ആയ ഫ്ലോക്സിനെ നമ്മൾ എന്ത് വിളിച്ചു? ആക്ടിവേറ്റഡ് സ്ലഡ്ജ് എന്ന് വിളിച്ചു.
ഇനി ഈ ആക്ടിവേറ്റഡ് സ്ലഡ്ജിനെ നമ്മൾ രണ്ട് പാർട്ടാക്കും. ആൻഡ് ഇതിലെ സ്മോൾ പാർട്ടിന് നമ്മൾ എന്ത് ചെയ്യും, ഇതിനെ പമ്പ്ഡ് ബാക്ക് ഇൻ ടു എയറേഷൻ ടാങ്ക്സ്. എന്തിനാണ് നമുക്കറിയാം, ഇനോക്കുലം. കാരണം നമുക്കറിയാം ദേ ആർ ഓൾറെഡി റിച്ച് ഇൻ എയറോബിക് ബാക്ടീരിയ വിച്ച് ഫോംസ് എ മെഷ് വിത്ത് ദ ഫംഗൽ ഫിലമെന്റ്സ്. അപ്പോ അതിന് എന്തും കൂടി ഹെൽപ്പ് ചെയ്യാൻ നമ്മുടെ പുതിയ സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റിലേക്ക് വരുന്ന പുതിയ പൊല്യൂട്ടഡ് വാട്ടറിലേക്ക് ഈ എയറേഷൻ നടക്കാൻ ഹെൽപ്പ് ചെയ്യും. അതായത് ഓർഗാനിക് മാറ്ററിനെ ട്രീറ്റ് ചെയ്ത്, അതായത് കൺസ്യൂം ചെയ്ത് BOD കുറക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അഗെയിൻ അവരെ ഇനോക്കുലമായിട്ട് വിട്ടിട്ട് ഈ റിമൈനിങ് മേജർ പാർട്ട്, നമുക്കറിയാം ഒരു സ്മോൾ പാർട്ടും ഒരു മേജർ പാർട്ടും, ഈ മേജർ പാർട്ട് വിച്ച് ഇസ് റിമൈനിങ് ഇസ് പംപ്ഡ് ഇൻ ടു ലാർജ് ടാങ്ക്സ് കോൾഡ് anaerobic sludge digesters. സെറ്റിലിംഗ് ടാങ്ക്സിലേക്ക് കൂടി എന്തിനാണ് ഇടുന്നത്, സെഡിമെന്റ് ചെയ്യാൻ. സെഡിമെന്റേഷൻ ഓഫ് ഫ്ലോക്സ്. ഇനി ഈ ഫ്ലോക്സിനെ സെഡിമെന്റ് ചെയ്തതിന് നമ്മൾ രണ്ട് പാർട്ടാക്കും, ഒരു സ്മോൾ പാർട്ട് ആൻഡ് ഒരു മേജർ ലാർജ് പാർട്ട്. ഈ സ്മോൾ പാർട്ടിനെ ഇനോക്കുലം ആയിട്ട് കൺസിഡർ ചെയ്ത് ഈ എയറേഷൻ ടാങ്കിലേക്ക് കൊണ്ടുപോകും. ആൻഡ് ബാക്കിയുള്ള മേജർ ലാർജ് പാർട്ടിനെ നമ്മൾ എന്ത് ചെയ്യുന്നു പഠിച്ചു, anaerobic sludge ഡൈജസ്റ്റേഴ്സിലേക്ക് അങ്ങോട്ടേക്ക് കൊണ്ട് പമ്പ് ചെയ്യും. ഇനി ഈ സെഡിമെന്റേഷൻ ഓഫ് ഫ്ലോക്സിനെ, സെഡിമെന്റ് ആയ ഫ്ലോക്സിനെ നമ്മൾ ആക്ടിവേറ്റഡ് സ്ലഡ്ജ് എന്ന് വിളിച്ചു. ഈ ടേംസ് ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം അവർ ചോദിക്കും സെറ്റിലിംഗ് ടാങ്ക്സിൽ സെറ്റിൽ ആവാത്ത പാർട്ടാണ് ആക്ടിവേറ്റഡ് സ്ലഡ്ജ് എന്ന് വെച്ചാൽ അത് എന്തായി, ആ സ്റ്റേറ്റ്മെന്റ് തെറ്റായി. അപ്പോൾ ആ വ്യക്തമായിട്ട് ആ കീ ടേംസ് ഓരോന്നും അറിഞ്ഞിരിക്കണം. ആൻഡ് ഈ ആക്ടിവേറ്റഡ് സ്ലഡ്ജിനെ നമ്മൾ സ്മോളും മേജർ ലാർജ് പാർട്ടുമായിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. ആൻഡ് നെയ്റോബിക്, ഇവരെ നമ്മൾ എന്ത് ചെയ്യും, ഈ മേജർ ലാർജ് പാർട്ടിന് നെയ്റോബിക് സ്ലഡ്ജ് ഡൈജസ്റ്റേഴ്സ് pumped into, ഇത്രയും കൂടി എഴുതുമ്പോൾ നമുക്കൊന്ന് മനസ്സിലായി, മേജർ ലാർജ് പാർട്ടിനെ സ്ലഡ്ജ് ഡൈജസ്റ്റേഴ്സിലേക്ക് പമ്പ് ചെയ്യുന്നു. ഈ പ്രോസസ് എന്താണ് സംഭവിക്കുന്നത്, നമുക്കറിയാം പേര് പോലെ തന്നെ anaerobic sludge digesters. അപ്പോ അതായത് അതർ കൈൻഡ്സ് ഓഫ് ബാക്ടീരിയ, അതായത് anaerobically ഗ്രോ ചെയ്യുന്ന നമുക്ക് വേണ്ടാത്ത ബാക്ടീരിയനെ ഡൈജസ്റ്റ് ചെയ്യണം. അതായത് anaerobic ബാക്ടീരിയ ഉണ്ടാകുമ്പോൾ അതിനെ ഡൈജസ്റ്റ് ചെയ്ത് ഈ ഫംഗൈനെ റിമൂവ് ചെയ്യണം. അതിനാണ് നമ്മൾ anaerobic sludge digesters ഉപയോഗിക്കുന്നത്. അവരെന്ത് ചെയ്യും, ഡൈജസ്റ്റ് ഈ അൺവാണ്ടഡ് ബാക്ടീരിയ ആൻഡ് ഫംഗൈ. ആൻഡ് ഈ ഡൈജഷന്റെ സമയത്ത് നമുക്കറിയാം ഈ ബാക്ടീരിയ കുറെ ഗ്യാസസ് പ്രൊഡ്യൂസ് ചെയ്യും. ഈ ഗ്യാസസിന്റെ നെയിംസ് ഇതും മുമ്പ് ചോദിച്ചിട്ടുണ്ട്, ഏതൊക്കെ, മീഥേൻ, ഹൈഡ്രജൻ സൾഫൈഡ് ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ്. ഈ ഗ്യാസിന് നമുക്കറിയാം, നമുക്ക് ഈ ഗ്യാസസിനെ കൊണ്ടും അതായത് ഒരു സോഴ്സ് ഓഫ് എനർജി ആയിട്ട് ട്രീറ്റ് ചെയ്ത് യൂസേജ് ഉണ്ട്. അപ്പോൾ ഈ ഗ്യാസിനെ ബയോഗ്യാസിനെ വിളിച്ചു. ആൻഡ് ബയോഗ്യാസ് കണ്ടെയ്ൻസ് മീഥേൻ, ഹൈഡ്രജൻ സൾഫൈഡ് ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ്. ആൻഡ് അവർക്ക് യൂസ് എന്താണ്, സോഴ്സ് ഓഫ് എനർജി ആസ് ഇറ്റ് ഇസ് ഇൻഫ്ലേമബിൾ. അപ്പോൾ ഓരോ പ്രോസസ്സിനും ഓരോ ട്രീറ്റ്മെന്റ് നടത്തി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന യൂട്ടിലൈസബിൾ സാധനങ്ങളെ നമ്മൾ അതിനനുസരിച്ച് യൂട്ടിലൈസ് ചെയ്യും. അതായത് ബയോഗ്യാസിനെ, അതായത് anaerobic sludge digestersനെ ഡൈജസ്റ്റ് ചെയ്യുന്ന ബാക്ടീരിയ പ്രൊഡ്യൂസ് ചെയ്യുന്ന ബയോഗ്യാസിനെ നമ്മൾ സോഴ്സ് ഓഫ് എനർജി ആയിട്ട് യൂസ് ചെയ്തു. ആൻഡ് ഫൈനലി നമ്മൾ വേണ്ടാത്ത ബാക്ടീരിയനെ ഒക്കെ കളഞ്ഞ് വേണ്ടാത്ത ഫംഗസിനെ ഒക്കെ ഡൈജസ്റ്റ് ചെയ്ത് ഫൈനലി കിട്ടുന്ന എഫ്ലുവന്റിനെ ഈ സെക്കൻഡറി ട്രീറ്റ്മെന്റ് പ്ലാനിൽ ഫൈനലി റിലീസ് ചെയ്യാണ് നാച്ചുറൽ വാട്ടർ ബോഡീസിലേക്ക്. ആൻഡ് നമുക്ക് ഓൾറെഡി നമ്മൾ ഒരു കാര്യം കൂടെ പഠിച്ചിരുന്നു, ഏത്, ചില സമയം ഒരു ടെർഷ്യറി ട്രീറ്റ്മെന്റും ഈ സെക്കൻഡറി ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് അണ്ടർഗോ ചെയ്യും, വിച്ച് ഇസ് എ ഫിസിക്കോ കെമിക്കൽ പ്രോസസ്. അത് നമ്മുടെ NCERT പറഞ്ഞില്ല, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ പറയുകയാണ്. അപ്പൊ നമുക്ക് ഹോൾ ട്രീറ്റ്മെന്റ് എങ്ങനെയാണ് സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റിൽ നടക്കാമെന്ന് വ്യക്തമായി അറിഞ്ഞിരിക്കാം. ഇനി NCERT കൊടുക്കാത്തൊരു സാധനം, ഈ സെക്കൻഡറി ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് ഉണ്ടായി വരുന്ന ബയോഗ്യാസ് നമ്മൾ യൂസ് ചെയ്തു. ആൻഡ് ഈ സെക്കൻഡറി എഫ്ലുവന്റിനെ നമ്മൾ ഇപ്പൊ പറഞ്ഞ പോലെ റിവേഴ്സിലേക്കും ബാക്കിയുള്ള വാട്ടർ ബോഡീസിലേക്കും ഡിസ്പോസ് ചെയ്യും. അഗൈൻ ഇതിലെ ഹ്യൂമൻ വേസ്റ്റിനെ നമ്മൾ എന്തിലേക്ക് അണ്ടർഗോ ചെയ്യും, ടെർഷ്യറി ട്രീറ്റ്മെന്റ്. ഈ ടെർഷ്യറി ട്രീറ്റ്മെന്റിൽ നടക്കുന്ന വ്യക്തമായിട്ടുള്ള അറിവൊന്നും വേണ്ടെങ്കിലും ജസ്റ്റ് സമ്മറൈസ് ചെയ്യാനാണെങ്കിൽ അതിൽ എന്തൊക്കെ നടക്കും, റിവേഴ്സ് ഓസ്മോസിസ്,
UV റേസിന്റെ ഉപയോഗം, ഇതേപോലെ ഓസോണിന്റെ ഉപയോഗം ആൻഡ് സിർക്കോണിയം അയൺസിന്റെ ഉപയോഗം, പെർക്ലോറേറ്റ് അയൺസിന്റെ ഉപയോഗം, ഫൈനലി ക്ലോറിൻ ഗ്യാസ്. ഇത്രയും കീ ടേംസ് ആണ് എന്തിൽ ഈ ടെർഷ്യറി ട്രീറ്റ്മെന്റ് എന്താണ് നടക്കുന്നത് എന്നുള്ളതിന്റെ ഒരു സമ്മറി. ആൻഡ് ഒരു കാര്യം പറയാൻ പറഞ്ഞത് എന്താണ്, ഈ ബയോഗ്യാസ് ഉണ്ടാക്കാൻ ഫസ്റ്റ് എന്ത് ചെയ്യും, കോംപ്ലക്സ് ആയിട്ടുള്ള ഓർഗാനിക് കമ്പൗണ്ട് എന്തായിട്ട് കൺവേർട്ട് ചെയ്തു, സിമ്പിൾ ഓർഗാനിക് കമ്പൗണ്ട് ആയിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്തു കമ്പൗണ്ട്. ആൻഡ് ഇവരെ ഓർഗാനിക് ആസിഡ്സ് ആയിട്ട് ഫൈനലി കൺവേർട്ട് ചെയ്തു. ഇനി ഈ പ്രോസസ്സിനൊക്കെ ഓരോ നെയിംസ് ഉണ്ട്. ഫസ്റ്റ് കോംപ്ലക്സിനെ സിമ്പിൾ ആക്കുന്നതിന് സോല്യൂബിലൈസേഷൻ. ഇതിലെന്താണ് നടക്കുക, ഡീകമ്പോസർ ബാക്ടീരിയ ഉപയോഗിച്ച് നമ്മൾ കോംപ്ലക്സിനെ സിമ്പിൾ ചെയ്തു. ഇനി സിമ്പിൾ ഓർഗാനിക് ആസിഡ്സ് ആക്കുന്ന പ്രോസസ്സിനെ ആസിഡോജെനസിസ്. ഇനി ഈ ആസിഡോജെനസിസിനെ നമ്മൾ ഉപയോഗിക്കുന്നത് ഫെർമെന്റേറ്റീവ് ബാക്ടീരിയ. ആൻഡ് ഫൈനലി ഓർഗാനിക് ആസിഡ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്തു. ഇനി ഈ ഓർഗാനിക് ആസിഡ്സിന് മെത്തനോജെനസിസ് നടത്തും വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഏത് ബാക്ടീരിയ, മെത്തനോജെൻസ് എന്നുള്ള ക്ലാസിഫിക്കേഷനിൽ വരുന്ന ബാക്ടീരിയ. എക്സാമ്പിൾ മെത്തനോകോക്കസ്, മെത്തനോ ബാക്ടീരിയം. ഇത്രയും സാധനങ്ങളുടെ ഹെൽപ്പോട്ട് നമ്മൾ ഫൈനലി മെത്തനോജെനസിസ് നടക്കും. ഇതൊക്കെയാണ് ബയോഗ്യാസ് ഉണ്ടാക്കുന്നതിനുള്ള പ്രോസസ്. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് എന്ത് പഠിച്ചു, സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാൻ പഠിച്ചു ആൻഡ് അതിന്റെ എൻഡിൽ ബയോഗ്യാസ് എങ്ങനെയാണ് ഉണ്ടാക്കാന്ന് പഠിച്ചു. ഇനി ബാക്കിയുള്ള ടോപ്പിക് നമ്മൾ അടുത്ത ക്ലാസ്സിൽ കവർ ചെയ്ത് NCERTന്റെ സൊല്യൂഷൻസ് സോൾവ് ചെയ്ത് ഈ ചാപ്റ്റർ എൻഡ് ചെയ്യും. ഒരു പാട്ടും കൂടി വേണം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. താങ്ക് യു.